ആവർത്തനമാണെന്നറിയാമെങ്കിലും ആവർത്തിച്ചത് പറയേണ്ടി വരുന്നത് ഇന്ത്യ എന്നൊരു മഹാരാജ്യത്തെ, കേരളം എന്നൊരു സംസ്ഥാനത്തെ വിറങ്ങലിപ്പിച്ചൊരു ദുരന്തത്തിന്റെ ജീവിക്കുന്ന രക്തസാക്ഷികളോട് അങ്ങേയറ്റത്തെ നീതിരാഹിത്യത്തിന്റെ ഉരുൾപൊട്ടലിന് തടയണ കെട്ടാൻ ആരുമില്ലാത്തത് കൊണ്ടാണ്. അത് മറക്കാവതല്ല. ആ രക്ഷാപ്രവർത്തന ദൗത്യകാലം, ഒരൊറ്റ ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ, കൂലി കിട്ടിയില്ലെങ്കിൽ മക്കൾ പട്ടിണിയിലാവുന്ന പ്രാരബ്ധക്കാർ, കഷ്ടപ്പെട്ട മനുഷ്യരടക്കം രാഷ്ട്രീയം നോക്കാതെ മുണ്ടക്കൈയോട് ചൂരൽമലയോട് ഹൃദയം ചേർത്ത് ശരീരം തിരഞ്ഞവരാണ്. പോക്കറ്റിൽ നിന്ന് അങ്ങോട്ട് കൊടുക്കുന്നതല്ലാതെ ആ സേവന പ്രവർത്തനങ്ങൾക്ക് ദൈവത്തിന്റെ കോടതിയിൽ കിട്ടുന്ന കൂലിയല്ലാതെ 10 പൈസ പ്രത്യുപകാരം സ്വപ്നത്തിൽ പോലും ആഗ്രഹിക്കാത്തവരാണ്. അക്ഷരം തെറ്റാതെ വിളിക്കണം മനുഷ്യരാണ്. അത് രാജ്യമെന്നല്ല, ലോകം കണ്ട വലിയൊരു ദുരന്തമുണ്ടായി മാസം 5 പൂർത്തിയാകാൻ പോകുമ്പോഴും 5ന്റെ നയാ പൈസ കൊടുക്കരുത് എന്ന കൊടുംവാശയ്ക്ക് പിന്നാലെ ഒരു മുൻകാല പ്രാബല്യത്തിൽ രക്ഷാപ്രവർത്തനത്തിന് അടിച്ചുകൊടുത്ത നൂറ്റിക്കണക്കിന് കോടികളുടെ വാറോല ബില്ലുകൾക്ക് ആ ദുഷ്ടവ്യഗ്രതയ്ക്ക് ആനക്കാര്യമാണോ? ഇതൊക്കെ സാങ്കേതികമല്ലേ എന്ന ന്യായീകരണ ധാർഷ്ട്യത്തിന്റെ പെടൽ തീർത്തുനിന്ന് കൊടുക്കലാണ് കോടതി. ഒരു ദേശമത്രയും ശവങ്ങൾ നിറഞ്ഞൊരു അശനിപാത കാലത്തിന് പിന്നാലെ അന്താളിച്ചു നിൽക്കുന്ന ഒരു നാടിനോട് പോയ കാലത്തിന്റെ കോടിക്കണക്ക് പറയുന്ന കേന്ദ്ര വെളിപാട് നോക്കി അത്ഭുതപ്പെട്ട നീതിപീഠം പറയലാണ്, ഇത് മാജിക്കൽ റിമൈൻഡറാണ്, കേന്ദ്രമേ വല്ലാത്തൊരു ഓർമ്മപ്പെടുത്തലാണ്. അന്ധകാരകാലത്ത് അവകാശപ്പെട്ട സഹായം കൊടുക്കാതിരിക്കാൻ നെറികെട്ട മുട്ടാപ്പോക്കും പോരാഞ്ഞ് ആ പിച്ചച്ചട്ടിയിലേക്ക് ആർത്തിക്കൈ നീളുന്ന കുറുവാ സംഘത്തെയും നാണിപ്പിക്കുന്ന പിടിച്ചുപറി കേരളമേ നമുക്ക് പുതിയതാണോ? ആഞ്ഞു പെയ്ത പേമാരിയിൽ നാടുമുങ്ങിയൊരു ദുരന്തകാലത്തെ അരിക്കാസിന്റെ കോടികൾ ഇല്ലാത്ത കാലത്ത് പറിച്ചെടുക്കാൻ താക്കീതിന്റെ ധാർഷ്ട്യക്കത്തയച്ചത് ഏതെങ്കിലും സേനകളല്ല, കേന്ദ്രമന്ത്രിയാണ് പീയൂഷ് ഗോയൽ. ആ ദുരന്തകാല ദുഷ്ചെയ്തി മറക്കാവതാണോ കേരളം? അന്നുണ്ടായ യഥാർത്ഥ നഷ്ടം 40,000 കോടി. ഏതോ കാലത്തുണ്ടാക്കിയ മാനദണ്ഡ പ്രകാരം ചോദിക്കാവുന്നത് 4,000 കോടി. കിട്ടിയതാകട്ടെ കായം കലക്കിയ മട്ടിൽ കോടികൾ 2,000 ചില്ലുവാനം. അതിനും പിന്നാലെ വന്നതാണ് സാറേ വായ്ക്കരിക്ക് വിലയിട്ട വാറോല. നാടിന്റെ വേദന കണ്ടങ്ങ് ദൂരെ എമറാത്തുകളുടെ ഒരു രാജ്യം സ്നേഹത്തിൽ തടുത്തുകൂട്ടിയത് 700 കോടിയാണ്. എത്തി കേന്ദ്ര തമ്പ്രാന്റെ വീറ്റോ. വേണ്ട കേരളത്തിനൊരുത്തന്റെയും സഹായം. ഒരുപാട് മുൻപൊന്നുമല്ല, അന്ന് വാജ്പേയി പ്രധാനമന്ത്രി ഗുജറാത്തിന്റെ ദുരന്തകാലത്ത് 60-ലധികം രാജ്യങ്ങൾ ആ സംസ്ഥാനത്തേക്ക് ഒഴുക്കിയ കോടികൾ 10,000 അന്നാരെങ്കിലും എന്തെങ്കിലും നയം മാറ്റമെന്ന മുട്ടാപ്പൊക്കെ പറഞ്ഞു കേട്ടോ? അസുഖം വേറെയാണ്, രാഷ്ട്രീയ പക. സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കാൻ ബാധ്യസ്ഥപ്പെട്ട ഒരു കേരളത്തിന്റെ സാമാജികൻ ആ ലോക്സഭാ ബെഞ്ചിലിരുന്ന് കൈമലർത്തി തലയാട്ടി ഗോഷ്ടി കാണിച്ചപ്പോഴും എല്ലാം നഷ്ടപ്പെട്ട വയനാടൻ മക്കൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ തമിഴക വീരപുത്രി ഒരു പ്രതീക്ഷയാണ്. ആ മനസ്സാക്ഷി കെട്ട ചേഷ്ടയെ അടിച്ചിരുത്തിയ ആർജവത്തിന്, കാരുണ്യത്തിന്റെ പെൺശബ്ദത്തിന് പ്രിയപ്പെട്ട കനിമൊഴി സ്നേഹാദരങ്ങൾ, തലൈവണങ്ങി വീരവണക്കം. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. ശ്രീ എം പ്രകാശൻ, ശ്രീ ജ്യോതികുമാർ ചാമക്കാല, അഡ്വക്കേറ്റ് ജിജി ജോസഫ്, ഡോക്ടർ മേരി ജോർജ് എന്നിവർ ചർച്ചയിൽ. ആദ്യം ഞാൻ മേരി ടീച്ചറിലേക്ക് പോകുന്നു. ശ്രീമതി മേരി ടീച്ചർ, ഇവിടെ ഇന്നലെയാണ് നമ്മൾ 5ാമത്തെ വലിയ ലോകശക്തിയായി, നമ്മൾ ബ്രിട്ടനെ തോൽപ്പിച്ച് 5ാമതെത്തി എന്നൊക്കെ അമിത്ഷാ ലോക്സഭയിൽ രാജ്യത്തോട് പറഞ്ഞു. നല്ല കാര്യമാണ്, നമ്മളങ്ങനെ വളരട്ടെ. അങ്ങനെ വലിയ സാമ്പത്തിക ശക്തിയാകുന്ന രാജ്യം, നമ്മൾ എന്താണ് വിശ്വഗുരുവാകാൻ പോകുന്ന രാജ്യത്തെ ഒരു സംസ്ഥാനത്തിന് ഒരു ദുരന്തമുണ്ടായി. ആ ദുരന്തത്തിന്റെ തീവ്രത ബോധ്യപ്പെടുത്തി മടുത്തു. ഇനി എവിടൊക്കെ ബോധ്യപ്പെടുത്തേണ്ടി വരും? ശ്രീമതി മേരി ടീച്ചർ, ഇത് ബോധ്യപ്പെടാത്തതാണോ, ബോധ്യപ്പെടുന്നില്ലെന്ന് നടിക്കുന്നതാണോ? ഹഷ്മി ഇൻട്രോയിൽ തന്നെ ഒരു വാചകം ഉപയോഗിക്കുകയുണ്ടായി. എന്തായിരുന്നു അത്? രാഷ്ട്രീയ പകപോക്കൽ. എനിക്ക് തോന്നുന്നു ഇവിടെ കൃത്യമായും ആ രാഷ്ട്രീയ പകപോക്കലാണ് സംഭവിക്കുന്നത് എന്ന്. അന്ന് പ്രധാനമന്ത്രി മുണ്ടക്കൈ ചൂരൽമല ഭാഗങ്ങളിൽ വന്ന് അവിടുത്തെ ജനങ്ങളെ ചേർത്ത് പിടിച്ച് ആരുടെയും ഹൃദയത്തെ എന്താണ് പറയുക, വല്ലാതെ സ്വാധീനിക്കുന്ന തരത്തിലാണ് അവിടുത്തെ ജനങ്ങളെ ചേർത്ത് പിടിച്ച് പണത്തിന് ബുദ്ധിമുട്ടുണ്ടാവുകയില്ല എന്ന് കളക്ടറുടെ അവിടെ വെച്ച് കൂടിയ മീറ്റിങ്ങിൽ പറഞ്ഞ് ഒക്കെ കടന്നു പോയത്. അപ്പം നമ്മൾ വിചാരിച്ചു വളരെ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാകും, നാം ആവശ്യപ്പെടുന്ന തരത്തിൽ നമുക്ക് ഫണ്ട് ലഭ്യമാകും എന്ന് തന്നെ വിചാരിച്ചു. പക്ഷേ അവിടെ ചെന്നതിന് ശേഷം അനക്കമില്ല. അങ്ങനെ വന്ന് അന്വേഷണങ്ങൾ നടത്തുമ്പോഴാണ് മനസ്സിലാകുന്നത്, അതായത് മന്ത്രിതല സമിതി കൂടി തീരുമാനമെടുക്കണം. അതായത് അത്യാഹിതത്തിൻ്റെ വിശദ വിവരങ്ങളൊക്കെ അറിഞ്ഞ് ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന ഇതെല്ലാം പരിശോധിച്ച്, കണക്കുകൾ പരിശോധിച്ച് അന്തിമഘട്ടത്തിലെത്തണം എന്ന് പറഞ്ഞ് പതുക്കെ താമസിച്ചു കൊണ്ടുവരുന്ന അവസ്ഥയാണ് കണ്ടത്. അവസാനം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ ഈ കേസിൽ ഇടപെടേണ്ടി വരുന്നു. ഇടപെട്ട് നമുക്കറിയാം, കേന്ദ്രത്തെയും സംസ്ഥാനത്തെയും ഒരുപോലെ വിമർശിക്കുന്ന
അതും താങ്കൾ ഇൻട്രോയിൽ പറഞ്ഞിരുന്നു. ഒരുപോലെ വിമർശിക്കുന്ന രീതിയാണ് സുപ്രീം കോടതി സ്വീകരിച്ചത്. അതായത് നിരവധി ജീവൻ നഷ്ടപ്പെട്ട് 2 ഗ്രാമങ്ങളിലധികം, ഏകദേശം 3 ഗ്രാമങ്ങളോളം ഡിസപ്പിയർ ചെയ്തു ഒറ്റ രാത്രി കൊണ്ട്. അല്ലെങ്കിൽ ഒരു രാത്രി മുഴുവൻ എടുത്തില്ല, 12 മണിക്ക് ശേഷം വെളുപ്പിൽ വരെയുള്ള ആ സമയം കൊണ്ടാണ് ആ ഗ്രാമങ്ങൾ ഒലിച്ചു പോയത്. അപ്പോൾ ഗ്രാമങ്ങൾ മാത്രമല്ല, ജീവിതം മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന എല്ലാ ജീവനും, അതായത് മനുഷ്യൻ മാത്രമല്ല മൃഗങ്ങളും പക്ഷികളും എല്ലാം നഷ്ടപ്പെടുകയായിരുന്നു. വീടുകൾ പൂർണ്ണമായിട്ടും അപ്രത്യക്ഷമാവുകയായിരുന്നു. ആ ഭൂമി തന്നെ അപ്രത്യക്ഷമാവുകയായിരുന്നു. ഇതെല്ലാം കണ്ട് ഇതൊക്കെ അംഗീകരിച്ച്, അതായത് ശരിക്ക് ഇപ്പോൾ എനിക്ക് തോന്നുകയാണ് പ്രധാനമന്ത്രി അന്ന് ഒഴുക്കിയത് മുതലക്കണ്ണീരാണ്. അല്ലെങ്കിൽ ആ സ്നേഹം മുഴുവനും ഇത്ര വേഗം എവിടെ മാഞ്ഞു പോകാനാണ്? മനുഷ്യരെ വശീകരിച്ച് നിർത്താൻ വലിയ ശക്തിയുള്ള ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് നരേന്ദ്രമോദിയെ ഇപ്പോൾ തോന്നുന്നത്. കാരണം അത്ര വികാര പ്രകടനം നടത്തി കടന്നുപോയ മന്ത്രി, ആ കൊച്ചു പെൺകുട്ടിയെ മാറോട് ചേർത്ത് പിടിച്ച് അതിനെ ആശ്വസിപ്പിച്ച ആ പ്രധാനമന്ത്രി അങ്ങനെ കടന്നുപോയിട്ടാണ് ഇത്രയധികം നിരുത്തരവാദപരമായ അല്ലെങ്കിൽ ക്രൂരമായ എന്ന് പറയുന്നതായിരിക്കും ശരി രീതിയിൽ നമുക്ക് തരേണ്ട ആ ഫണ്ട് വെട്ടിക്കുറച്ച് വെട്ടിക്കുറയ്ക്കുകയല്ല, നാളെ നീളയാക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പറഞ്ഞത് ഇതിനെ ലെവൽ 3 ആക്കാൻ ആവശ്യപ്പെട്ടു നമ്മുടെ സംസ്ഥാനം. അതിന് തയ്യാറായില്ല, ഇതുവരെയും തയ്യാറായില്ല. ആ ആവശ്യം ഇവിടെ ഒന്നും ഉണ്ടായില്ലെന്ന് പറഞ്ഞു. പിന്നെ ലെവൽ 3 ആകുകയാണെങ്കിലുള്ള പ്രയോജനങ്ങൾ നമ്മൾ പറഞ്ഞു, നമ്മുടെ ഗവൺമെൻറ് പറഞ്ഞു. കടം എഴുതി തള്ളണം. കേരള ബാങ്ക് വഴി കൊടുത്തിരുന്ന കടം എല്ലാം എഴുതി തള്ളി. പക്ഷേ മറ്റ് പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ കടം എഴുതി തള്ളണമെങ്കിൽ അതിൽ സെൻട്രൽ ഗവൺമെൻറ്റും RBIയും ഇടപെടേണ്ടിയിരിക്കുന്നു. അത് നിർബന്ധമായും ഇടപെടണം. ഇത്തരം കാര്യങ്ങളെല്ലാം പറഞ്ഞ് വേണ്ടത്ര രീതിയിൽ നമ്മുടെ ദുഃഖങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ മുന്നിൽ നിർത്തി. അത് കഴിഞ്ഞിട്ടും അനുകമ്പയില്ല, പ്രതികരണമില്ല എന്ന് വന്നപ്പോഴാണ് സുപ്രീം കോടതി ഇടപെടേണ്ടി വരുന്നത്. അങ്ങനെ സുപ്രീം കോടതി സംസ്ഥാന ഗവൺമെൻറ്റിനെയും കേന്ദ്ര ഗവൺമെൻറ്റിനെയും ഒരുപോലെ നിശ്ചിതമായി വിമർശിച്ചു. കാരണം ഇത് കളി കാണുക, ഇവർ രണ്ടുപേരും പരസ്പരം ബോളടിച്ച് കളിക്കുകയാണ്. ആരാണ് അതിൻ്റെ തീരാ ദുഃഖം അനുഭവിക്കുന്നത്? നടുക്ക് നിൽക്കുന്ന ജീവൻ കഷ്ടിച്ച് രക്ഷപ്പെട്ട നിരവധി തരത്തിൽ മുറിവേൽക്കപ്പെട്ട, മാനസികമായും ശാരീരികമായും മുറിവേൽക്കപ്പെട്ട് തിരിച്ചുവരവിൻ്റെ പാതയിലായിരിക്കുന്ന ഒരു ജനതയാണ് ദുഃഖം അനുഭവിക്കുന്നത്. അപ്പോൾ ആ ജനതയുടെ ഭാഗത്ത് നിന്ന് സംസാരിച്ചത് കോടതിയായിരുന്നു. അങ്ങനെ കോടതിയുടെ വിമർശനം ഉണ്ടായിട്ട് പോലും ഇതുവരെ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനം എടുക്കുന്നില്ല എന്ന് വെച്ചാൽ അവിടെ രാഷ്ട്രീയ പകപോക്കലുണ്ട്. വയനാട് ഒരുപക്ഷെ പ്രിയങ്ക ഇത്രയധികം ഭൂരിപക്ഷത്തോടെ വയനാട്ടിൽ ജയിച്ചു എന്നുള്ളത് തന്നെ നരേന്ദ്രമോദിയെ വല്ലാതെ ഒരു വിഷമവൃത്തത്തിലാക്കി കാണും. എന്തിനീ ജനതയെ, അതായത് പ്രിയങ്കയെ ചേർത്ത് പിടിച്ച ഈ ജനതയെ എന്തിന് സഹായിക്കണമെന്നൊരു ചിന്ത അദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമുള്ള കാര്യമാണ് ഇപ്പോൾ. അത് മാത്രവുമല്ല, നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ പറഞ്ഞല്ലോ, നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞല്ലോ, 5ാമത്തെ വലിയ ശക്തിയായി കേരളം മാറിയിരിക്കുന്നുവെന്ന്. എൻ്റെ പ്രിയപ്പെട്ട ഹഷ്മി, ഒന്ന് ആലോചിച്ച് നോക്കൂ. 1ാമത്തെ വലിയ ശക്തി ഏതാണെന്നറിയാമോ? അമേരിക്കയാണ്. അവിടുത്തെ GDP എത്രയാണെന്നറിയാമോ? $28 ട്രില്യൺ. അവിടുത്തെ പോപ്പുലേഷൻ 33.5 കോടിയാണ്. ആ 33.5 കോടി എന്ന് പറയുമ്പോൾ അവരുടെ പെർ ക്യാപിറ്റ ഇൻകം എത്രയാണെന്നറിയാമോ? $76,000 അധികമാണ് പെർ ക്യാപിറ്റ ഇൻകം. അവിടെ ഇനീക്വാളിറ്റി ഉണ്ട്, എങ്കിലും പെർ ക്യാപിറ്റ ഇൻകം $76,000 അധികമാണ്. ഇനി 2ാമത്തെ GDP ആർക്കാണെന്നറിയാമോ? ചൈനയ്ക്കാണ്. അവരുടെ GDP എത്രയാണ്? $18 ട്രില്യൺ ആണ്. അവരുടെ പോപ്പുലേഷൻ എത്രയാണ്? ഇപ്പം 2ാമത്തെ ലാർജസ്റ്റ് പോപ്പുലേഷനാണ്. 1ാമത്തെ ലാർജസ്റ്റ് പോപ്പുലേഷനായിട്ട് ഇന്ത്യ മാറി. ഇനിയിപ്പോൾ നരേന്ദ്രമോദി പറയുന്ന ഈ അമിത് ഷാ പറഞ്ഞ ഈ 5ാമത്തെ GDP കേരളം ഇന്ത്യയാണ്. ശരി, $3.72 ട്രില്യൺ. പെർ ക്യാപിറ്റ ഇൻകമോ? ലാർജസ്റ്റ് പോപ്പുലേഷനായ ഇന്ത്യയുടെ പെർ ക്യാപിറ്റ ഇൻകം $2,500-നും $3,000 ഇടയ്ക്ക് കിടക്കുകയാണ്. ചൈനയ്ക്ക് $12,000 എന്ന് ഓർക്കണം.
അതേ സമയത്ത് ഇന്ത്യക്ക് 2500-നും $3000 ഇടയ്ക്ക് കിടക്കുകയാണ്. ഈ താരതമ്യം കേട്ടാൽ ആരാണ് മൂക്കത്ത് കൈവറിൽ വെക്കാതിരിക്കുന്നത്? ഈ പറയുന്ന നമ്മൾ വലിയ ഈ പറയുന്ന അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായി എന്ന് പറയുന്ന വാദങ്ങളുടെ പൊള്ളത്തരം കണക്ക് വെച്ച് ടീച്ചർ നിഷേധിക്കണം. ഞാൻ അങ്ങനെയൊക്കെ എത്താം. അടുത്ത ജിജി ജോസഫ്, ഇവിടെ മേരി ടീച്ചർ രാഷ്ട്രീയം നോക്കാതെ ഏത് രാഷ്ട്രീയമാണെങ്കിലും നീതിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടികളെയും കണക്കിന് വിമർശിക്കുന്ന, ഒരു മടിയില്ലാതെ വിമർശിക്കുന്ന ഒരു ടീച്ചറാണ്, സാമ്പത്തിക വിദഗ്ധയാണ്. മേരി ടീച്ചർക്ക് ഇപ്പോൾ തോന്നുന്നു അന്ന് നരേന്ദ്രമോദി അവിടെ വന്നൊഴുക്കിയ കണ്ണീര് മുതലക്കണ്ണീരാണോ എന്ന് തോന്നുന്നുണ്ട് ഒരു നിഷ്പക്ഷമായ മേരി ടീച്ചർക്ക്. ജിജി ജോസഫ്, ഇന്ന് കോടതിയിൽ കാര്യങ്ങൾ വന്നു. കോടതിയെ കണക്ക് പറഞ്ഞ് കേരളം ബോധ്യപ്പെടുത്തുകയാണ്. കോടതി കേന്ദ്രത്തോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അടിയന്തരമായി എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയുമോ, അത് പറ എന്ന് പറയുകയാണ്. അതുമാത്രമല്ല, ഈ പറയുന്ന എയർ ബില്ല് അത് സാധാരണമാണ്, എല്ലാ സംസ്ഥാനം കൊടുക്കുന്നതാണ് എന്നാണല്ലോ ന്യായീകരണം. കോടതി ചോദിക്കലാണ്, ഇത്ര നാൾ നിങ്ങൾ കാത്തിരുന്നില്ലേ? ഈ ദുരന്തകാലത്ത് പൈസ ഇല്ലാതെ പൈസ കെഞ്ചി ചോദിക്കുമ്പോഴാണോ കേന്ദ്രമേ നിങ്ങളിത് ചോദിക്കുന്നത്? ഒരു 6 മാസം കൂടി കാത്തിരുന്നുകൂടെ? കോടതിക്ക് വരെ അത് മാജിക്കൽ റിമൈൻഡർ, ഒരു മാന്ത്രിക ഓർമ്മപ്പെടുത്തലാണ് എന്ന് കോടതിക്ക് വരെ തോന്നുകയാണ്. ഇന്ന് കോടതിയിൽ കേന്ദ്രത്തിന് കിട്ടിയ തിരിച്ചടിക്ക് കയ്യും കണക്കുമുണ്ടോ ജി ജോസഫ്? അല്ല, നമ്മളിതിനെ അങ്ങനെയൊന്നും കാണണ്ടെന്നേ. കാരണം ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഈ ഒരു ബുക്ക് അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് സാധാരണ എല്ലാ സർക്കാരുകളും ഡിപ്പാർട്ട്മെന്റുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബില്ല് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ വയനാട്ടിൽ നടന്ന പ്രളയമായിട്ട് ബന്ധപ്പെട്ട് KSEB അല്ലെങ്കിൽ ബാക്കിയുള്ള വാട്ടർ ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ ഡിപ്പാർട്ട്മെന്റിനൊക്കെ എല്ലാവരും ബില്ല് കൊടുത്തത് കേരള സർക്കാരിന്റെ ഇതിൽ നിന്നൊന്നും കൊടുത്തല്ലെന്നേ. അങ്ങനെയൊക്കെ ബില്ലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും. അതൊക്കെ കൊടുക്കുക, അതൊക്കെ ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് തന്നെ കണ്ടാൽ മതി എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് 2006 തൊട്ടുള്ളതാണ്. ഇതുവരെ അതൊന്നും കൊടുത്തിട്ടില്ല, ഇതൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വലിയ വൈകാരികമായി ഇടപെടുകയും വൈകാരികമായി പറയുകയും ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് സാധാരണ ഒരു പ്രോസസ്സ് നടത്തുന്നതാണ് എന്ന് മാത്രമേ മനസ്സിലാക്കേണ്ട ആവശ്യമുള്ളൂ. അതല്ലാതെ അതിനപ്പുറത്തേക്ക് മറ്റൊന്ന് കാണണം എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഒരു രാഷ്ട്രീയപരമായിട്ട് പറയുമ്പോൾ ഇതെല്ലാം പറയാം. ഞാൻ പറഞ്ഞത് രാഷ്ട്രീയപരമായ കാര്യമല്ല. കേന്ദ്ര സർക്കാരിനെ എല്ലാ സമയത്തും കുറ്റപ്പെടുത്താം. അല്ല, ഞാൻ ചോദിച്ചത് രാഷ്ട്രീയ വിമർശനമല്ല. ഞാൻ ചോദിച്ചത് കോടതി പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞത് കോടതി പറഞ്ഞതാണ്. അല്ല, ബില്ലുകൾ കൊടുത്തതിന്റെ കണക്ക് ഞാൻ പറയണോ? ബില്ലുകൾ കൊടുത്തതിന്റെ കണക്ക് ഞാൻ പറയണോ? 2019 2018 ഒക്കെ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഓരോ പേജ് വൈസുള്ള ബില്ലുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽ ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഞാൻ ആഷ്മിക്ക് അയച്ചു തരാം. ജോസഫ്, ഇവിടെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ വിമർശനത്തിന്റെ ഭാഗമായി പറയുന്നതല്ല. കോടതി ചോദിക്കുന്നത് എന്താണ്? 2016-17 വർഷങ്ങളിലെ ദുരന്തങ്ങളുടെ എയർലിഫ്റ്റിംഗ് ചാർജുകൾ എന്തിനാണ് ഇപ്പോൾ കേന്ദ്രം ആവശ്യപ്പെടുന്നത്? മറുപടി ഉണ്ടോ? എന്താണ് വയനാട് ദുരന്തത്തിന് തൊട്ടു പിന്നാലെ കേന്ദ്രം ഇക്കാര്യം ആവശ്യപ്പെടുന്ന അത്ഭുതകരമാണെന്ന് പറയുന്നു. ഇതിന് സാഹചര്യം എന്താണ്? സാഹചര്യം രാജ്യം തന്നെ കണ്ട ഏറ്റവും വലിയൊരു ദുരന്തം കഴിഞ്ഞ് 5ാമത്തെ മാസമാകാൻ പോവാ. 5ന്റെ നയാ പൈസ തരുന്നില്ലെന്ന് മാത്രമല്ല, പൈസ ഇങ്ങോട്ടുതാ എന്ന് ചോദിക്കുക. അധർമ്മമല്ലേ ജിജി? അധർമ്മമല്ലേ? അല്ല, ഇത് ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾ ഇങ്ങനെ ഇതേക്കുറിച്ച് ഇങ്ങനെ പറയല്ലേ? ഇത് ആരാ ഈ ലോ ഉണ്ടാക്കിയതാരാ? 70കളിൽ ഉണ്ടാക്കിയ ലോ ആരാ ഉണ്ടാക്കിയത്? കോൺഗ്രസ് അല്ലേ? അത് കഴിഞ്ഞ് UPA കാലത്തുണ്ടായില്ലേ ഈ ദുരന്ത നിവാരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലോ? അന്ന് ഈ CPM അല്ലേ അവിടെ ഉണ്ടായിരുന്നത്? ഈ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ കേരളത്തിലെ ഗവൺമെന്റ് ഓഫീസുകളുടെ ഫീസ് KSEB ഊരിയിട്ടില്ലേ? അതൊക്കെ അതുപോലൊന്നും ഇവിടെ ആരൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇത് റിമൈൻഡർ ആണ്, ഇത് ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് ആണ്. കേന്ദ്രമന്ത്രി അതിനെക്കുറിച്ച് മുൻ കേന്ദ്രമന്ത്രി അതിനെക്കുറിച്ച് പറഞ്ഞല്ലോ, പത്രസമ്മേളനം നടത്തി പറഞ്ഞല്ലോ. അപ്പോഴും നിങ്ങൾ ഇതിനെപ്പറ്റി ഒരു രാഷ്ട്രീയപരമായിട്ടേ കാണുന്നുള്ളൂ. ഇത് ഇങ്ങനെയല്ല കാണേണ്ടത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ബാക്കി നിങ്ങൾ ഇനി അല്ലാതെ പറയുന്നതൊക്കെ പറഞ്ഞോ. അല്ല ജിജി, എന്റെ ചോദ്യം രാഷ്ട്രീയ ചോദ്യമായിരുന്നില്ല. ചാമക്കാലയും പ്രകാശ് മാഷ് സംസാരിക്കാൻ പോകുന്നതേ ഉള്ളൂ. അവർ പറയുന്ന രാഷ്ട്രീയമാവട്ടെ. ഞാൻ ചോദിക്കുന്നത് എന്താണ്? ഞാൻ ചോദിക്കുന്നത് കോടതി ചോദിച്ചതാണ്. ഈ പറയുന്ന രീതിയിൽ ഒരു സംസ്ഥാനം കേണു നിൽക്കുന്ന സമയത്താണോ ഇത് ചോദിക്കേണ്ടത് എന്ന ചോദ്യം ശരിയായ ചോദ്യമല്ലേ ജിജി? അതിന് മറുപടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കോടതി ചോദിച്ചാൽ ഇവിടെ ആരെങ്കിലും ജപ്തി ചെയ്യാൻ പോകുന്നുണ്ടോ? ഇവിടെ ആരെങ്കിലും ജപ്തി? അത് കേന്ദ്ര സർക്കാർ മറുപടി പറയട്ടെ. അത് കേന്ദ്ര സർക്കാർ മറുപടി പറയട്ടെ.
അത് കേന്ദ്ര സർക്കാർ സാധാരണ എന്റെ അറിവിനനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് എന്ന രീതിയിൽ അങ്ങ് എപ്പോഴും ബില്ലുകൾ വരികയൊക്കെ ചെയ്യും. ഓരോ ഡിപ്പാർട്ട്മെന്റും പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്, സൈന്യം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അവർ ഓരോ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഇത് ചെലവഴിക്കുന്നത്, അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ ബില്ലുകൾ എപ്പോഴാണ് റൈസ് ചെയ്യുന്നത്, അവർ റിമൈൻഡ് ചെയ്യുന്നത് എപ്പോഴാണ്, ഇത് ഏത് കാലത്തുള്ള നിയമമാണ്, ആരൊക്കെ ഭരിച്ചിരുന്നപ്പോൾ ഈ നിയമം ഉണ്ടായിട്ടുണ്ട്, ആരാണ് ഈ നിയമം കൊണ്ടുവന്നത്, ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. കോടതിയും അത് പരിശോധിക്കട്ടെ. കോടതിയും സെൻട്രൽ സ്റ്റാൻഡിംഗ് കൗൺസിൽ ആരെങ്കിലും അതിനെ ഓർമ്മപ്പെടുത്തട്ടെ അടുത്ത ദിവസം എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ കാര്യത്തെക്കുറിച്ച്. ഒരു ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് എന്ന രീതിയിൽ കോടതി അതിന്റെ ഒരു ചോദ്യം ചോദിച്ചു എന്നുള്ളത് അത് മുഴുവൻ ഈ സർക്കാരിനെ വിലയിരുത്തലാക്കരുത്. അല്ലെങ്കിൽ സർക്കാർ എതിരെ വന്ന് നിൽക്കുകയാണ് എന്ന് പറയുന്നത്. മൊത്തത്തിൽ ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് അതിന് കാരണം എന്താണ്? ഇടയ്ക്കൊരു കാലത്ത് 153 കോടി കിട്ടിയാൽ പറഞ്ഞു, ഒരു 153 കോടി വയനാടിന് വേണ്ടി കൊടുത്ത കാര്യം പറഞ്ഞു, ചർച്ചകളുമെന്ന് എല്ലാവരും പറഞ്ഞു, കോടതിയിലും പറഞ്ഞു തോന്നുന്നു 153 കോടി. ലാസ്റ്റ് കോടതിയിലേക്ക് ഈ പേപ്പർ വന്നപ്പോഴത്തേക്കാ ബുക്ക് അഡ്ജസ്റ്റ്മെന്റാ, പേപ്പറിലേ ഉള്ളൂ 153 കോടി. കയ്യിൽ 5 പൈസ കിട്ടിയിട്ടില്ല, കയ്യിൽ 5 പൈസ കിട്ടിയിട്ടില്ല. കിട്ടിയത് വട്ടപൂജ്യമാണ് 153 കോടി. അതിനകത്ത് ഇന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട് 638 കോടി രൂപ നീക്കിയിരിപ്പ് അത് ചില പദ്ധതികൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അതിൻ്റെ അകത്ത് ആ അഫിഡവിറ്റിൽ കൊടുത്തിരിക്കുന്നത് 22-23 പേജിൽ പറഞ്ഞേക്കുന്നത് കഴിഞ്ഞ പ്രളയകാലത്ത് ഉണ്ടായിരിക്കുന്ന റോഡ് നവീകരണത്തിന് ആ റോഡ് നാശം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ആ പൈസ നീക്കി വെച്ചിരിക്കുന്നത് എന്നാ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ 22 മുതൽ 112 വരെയുള്ള പേജിലും അത് തന്നെ പറഞ്ഞിരിക്കുന്നത്. ഈ പറയുന്ന രീതിയിൽ റോഡ് നവീകരണത്തിനും പിന്നീട് മറ്റൊന്ന് വയനാട്ടിലേക്കൊക്കെ വേറെ ഒരുപാട് ചെലവുകൾ അവർ നീക്കി വെച്ചായി പറഞ്ഞിട്ടുണ്ട്. 61 കോടി രൂപയാണ് ഇനി ബാക്കിയുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ പറയുന്നത് ഇത് നമ്മൾ ഇതിനെ എടുക്കേണ്ടത് ഇത് ഞാൻ പറയുന്ന ഒരു സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലൊരു യുദ്ധമായിട്ടല്ല ഇതിനെ കൊണ്ടുപോകേണ്ടത്. ഇത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെ കുറിച്ചൊരു വിശദമായ അത് എന്താണ് പരിഹാരത്തിന്റെ കൊടുക്കുന്നതിന്റെ പേപ്പറുകളുടെ പ്രശ്നം എന്താണ്? ഒരു പ്രശ്നവുമില്ല സാറേ, ഒരു പ്രശ്നവുമില്ല ജിജി, ഒരു പ്രശ്നവുമില്ല. തമിഴ്നാട് ദുരന്തമുണ്ടായ ഫിഞ്ചാൽ ചുഴലിക്കാറ്റ്, കേന്ദ്ര സംഘം അവിടെ എത്തി. വൈകുന്നേരം ആയപ്പോഴേക്കും 920 കോടി പടപടയെന്നിട്ട് കൊടുത്തില്ലേ? അപ്പൊ കേന്ദ്രത്തിന് അറിയാം എന്തുകൊണ്ടാണത്. അത് പൂർണ്ണമായി വിവേചനാധികാരമാണ്. ഇവിടെ പ്രധാനമന്ത്രി വന്ന് കണ്ടു, പ്രധാനമന്ത്രിക്ക് 100% തീരുമാനിക്കാൻ അടിയന്തര സഹായം 5 നയാ പൈസ കൊടുത്തോ ജിജി? 5 നയാ പൈസ കൊടുത്തു. തമിഴ്നാട്ടിൽ കൊടുക്കാമെങ്കിൽ കേരളത്തിൽ എന്തുകൊണ്ട് തന്നൂടാ? തമിഴ്നാട്ടിലെ കനിമൊഴി എന്താ പറഞ്ഞേ? അല്ല, അത് വേറെ കാര്യം. ഞാൻ ചോദിക്കുന്നതാണ് കനിമൊഴി എന്താ പറഞ്ഞത്? കനിമൊഴി പറഞ്ഞു ഇവിടെ കേരളത്തിന് വേണ്ടി പോയി ചോദിക്കേണ്ട ഒരു കേന്ദ്രമന്ത്രി, നമ്മുടെ പ്രിയപ്പെട്ട ഒരു കേന്ദ്രമന്ത്രിയുണ്ട്. കേന്ദ്രമന്ത്രി അവിടെ ഇങ്ങനെ കൈയൊക്കെ മലർത്തി തലയൊക്കെ ആട്ടി ചിരിച്ചുല്ലസിച്ച് ഗോഷ്ഠി കാണിച്ചപ്പോൾ കനിമൊഴി പറഞ്ഞു ഇത് തന്നെയാണ്, ഈ കൈമലർത്തൽ തന്നെയാണ് കേന്ദ്രം ചെയ്യുന്നത് പറഞ്ഞു. നല്ല കാര്യമാണത്. പക്ഷെ പ്രശ്നം അവിടെയല്ലല്ലോ. യാഥാർത്ഥ്യം നിൽക്കുന്നത് എന്താണ്? തമിഴ്നാട് ഫിഞ്ചാൽ ചുഴലിക്കാറ്റുണ്ടായി. അവിടെ കേന്ദ്ര സംഘം കേന്ദ്ര സംഘം രാവിലെ പോയി അതെ കേന്ദ്രത്തിന്റെ കൈമലത്തെ പറ്റി പറഞ്ഞ ഇത് കേൾക്കൂ, ഇതൊന്ന് കേൾക്കൂ. ഈ അടുത്ത ദിവസം ഉണ്ടായതാ. കേന്ദ്ര സംഘം രാവിലെ പോയി, കേന്ദ്ര സംഘം വൈകിട്ടായപ്പോഴേക്കും 900 കോടി അനുവദിച്ചു. ഏത് മെമ്മോറാണ്ടം, ഏത് കണക്ക്, ഏത് പേപ്പർ? കേന്ദ്രത്തിന്റെ വിവേചനാധികാരം. ഇവിടെ 2012 പ്രളയം ഉണ്ടായില്ലേ സാറേ? അന്ന് രാജ്നാഥ് സിംഗ് വന്നില്ലേ? അന്ന് പോയിട്ട് 500 കോടി പ്രഖ്യാപിച്ചു. ഏത് മെമ്മോറാണ്ടം, ഏത് നിവേദനം? അപ്പോൾ ഒരു എമ്പതി എന്നൊരു സംഭവമുണ്ട്, ഒരു കരുണ എന്നൊരു സംഭവമുണ്ട്. അതില്ല. അതങ്ങ് സമ്മതിക്കും ജിജി. പിന്നെന്തിനാ ഈ കനിമൊഴി എഴുന്നേറ്റ് നിന്ന് പാർലമെന്റിൽ കേരളത്തെ കുറിച്ച് മാത്രമല്ല പറഞ്ഞു, അവർ തമിഴ്നാടിനെ കുറിച്ചും പറഞ്ഞു. ഒന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞോ? അവർ തമിഴ്നാടിനെ കുറിച്ചും പറഞ്ഞില്ലേ? അതുകൊണ്ട് അവർക്ക് പരാതി ഉണ്ടല്ലോ. തമിഴ്നാടും ചോദിക്കുമ്പോൾ കൈ മടത്തി കാണിക്കുകയാണ്, ഇതുപോലെയാണ് കൈ മടത്തി കാണിക്കലാണ് പരാതിയല്ല. അവർ സുപ്രീം കോടതിയിലാണ്. എന്താണ് അതിന് മുമ്പ് മറ്റോ ചുഴലിക്കാറ്റ് അടിക്കുമ്പോഴേക്കും പൈസ കിട്ടാതെ അവർ കോടതിയിലുണ്ട്, സുപ്രീം കോടതിയിലുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അത് വ്യവഹാരം വഴി നമ്മളുണ്ടല്ലോ കോടതിയിൽ. ഞാൻ ഏറ്റവും അടുത്ത ദിവസം ഉണ്ടായ ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കുകയാണ്. ഏറ്റവും അടുത്തൊരു ദിവസം ഉണ്ടായ ഒരു സംഭവം ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. കനിമൊഴി BJP സർക്കാരാണോ? അല്ല. തമിഴ്നാട് BJP സർക്കാരാണോ? അല്ലല്ലോ. അല്ലെന്നേ. അവിടെ കൊടുത്തില്ല. അപ്പൊ നമുക്ക് വിവേചനാധികാരം, അങ്ങനെ ഒരു വിവേചനാധികാരം നമുക്കൊരു വിവേചനം ഇല്ലെന്നേ. അത് അങ്ങനെ ഒരു വിവേചനം ഇല്ലെന്നേ. ശരി, എങ്കിൽ ജിജി പറ. അവിടെ തമിഴ്നാട്ടിൽ രാവിലെ കേന്ദ്ര സംഘം പോയി കാണുകയും വൈകുന്നേരമായപ്പോഴേക്കും 900 കോടി അനുവദിക്കാമെങ്കിൽ ഇവിടെ പ്രധാനമന്ത്രി വന്ന് കാണുകയും നമ്മുടെ സംസ്ഥാന ഖജാനയിൽ നിന്ന് 32 ലക്ഷം പ്രധാനമന്ത്രിയുടെ വരവിന് വേണ്ടി മാത്രമായി എന്നാണ് കണക്ക്. അവിടെ ഹെലിപ്പാഡ് ഉണ്ടാക്കാനും മറ്റുമായി.
ഇപ്പോൾ പോയി കണ്ട എല്ലാ സാമ്പത്തിക സഹായം ഉണ്ടെന്ന് പ്രഖ്യാപിക്കുകയും പോയി കണ്ടിട്ടും തമിഴ്നാടിന് അനുവദിച്ച അടിയന്തര സഹായം പോലും കേരളത്തിന് നൽകാത്തത് എന്തുകൊണ്ടാണ് അഡ്വക്കേറ്റ് ജിജി? അല്ലെ, 2 തവണയായിട്ട് 145.6 കോടി രൂപ വെച്ച് കിട്ടിയില്ലേ? അതിനുശേഷം 153.47 കോടി രൂപ വകയിരുത്തി എന്നാ പറയുന്നേ. ഇല്ല, ഒന്നും ഉണ്ടായിട്ടില്ല. വയനാടിന് വേണ്ടി ഒരു ചുക്കുണ്ടായിട്ടില്ല. വയനാടിന് വേണ്ടി 153 കോടി തന്നു എന്ന് നിങ്ങൾ വാദിച്ചു, നമ്മളത് വിശ്വസിച്ചു. ഉത്തരവ് വന്നു. ഉത്തരവ് വായിച്ചപ്പോ എന്താ? പേപ്പറിൽ അഡ്ജസ്റ്റ് ചെയ്തു. താങ്കൾ നേരത്തെ പറഞ്ഞ ബുക്കിൽ അഡ്ജസ്റ്റ് ചെയ്തു. വയനാടിന് വേണ്ടിയല്ലെന്നേ. എങ്ങനെ ബുക്കിൽ അഡ്ജസ്റ്റ് ചെയ്തു? 153 കോടി. ഞാൻ വായിക്കണോ? ഉത്തരവ് വായിച്ചു തരാം. കണക്ക് പിടിച്ചോ? ഞാൻ ഉത്തരവ് വായിച്ചു തരാം. പഴയ കണക്ക് പിടിച്ചോ? 145.6 2 പ്രാവശ്യം SDRF ഫണ്ടായിട്ട് കിട്ടിയത് അത് എങ്ങനെയാന്ന് പറയുന്നത്? ഞാൻ ഉത്തരവ് വായിക്കാം. ഉത്തരവ് പറയുന്നത് അറിയോ? ഉത്തരവ് പറയുന്നത്, ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ദ ഓപ്പണിംഗ് ബാലൻസ് ഓൺ 1st April 2024 റിസീവ്ഡ് ഫ്രം ഓഫീസ് ഓഫ് ദ അക്കൗണ്ട് ജനറൽ സോ ആൻഡ് സോ as the amount of rupees 153.467 crore approved by the HLC from NDRF is less than the 50% of the balance available in the SDRF amount, the net outgo from the NDRF will be nil for instant calamity. എന്ന് പറഞ്ഞാൽ എന്താ? 153 കോടി നമുക്ക് കിട്ടിയ എത്ര രൂപയാ? ആനമുട്ട. കേന്ദ്രം സംസ്ഥാനത്തിന്റെ ഉത്തരവാ അഡ്വക്കേറ്റ് ജിജി. അല്ലെന്നേ, 145.6 വെച്ച് 2 പ്രാവശ്യം കിട്ടിയത് എങ്ങനെയാ? അത് SDRF ആണേ. അത് മറ്റു സംസ്ഥാനം കിട്ടിയിട്ടില്ലേ? കണക്കാതാണോ? കേരളത്തിന് 145 കോടി കിട്ടുമ്പോഴത്തേക്ക് മറ്റ് സംസ്ഥാനങ്ങൾക്ക് ആയിരക്കണക്കിന് കോടികളാ. മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഇപ്പൊ ഹിമാചലിന് ആ കണക്കിൽ 196 കോടിയാ. ഹിമാചൽ നമ്മളൊക്കെ ചെറിയ സംസ്ഥാനമാണോ? 196 കോടിയാ കൊടുത്തത് എന്ന് പറയുന്ന ഫണ്ടാണ് നമുക്ക്. പീനട്സ് ആയിരുന്നു, പീനട്സ്. തൽക്കാലം നിങ്ങൾ SDRF ഫണ്ട് എടുത്ത് വിനിയോഗിച്ചോളൂ എന്ന് പറഞ്ഞിട്ടല്ലോ. SDRF ഫണ്ടല്ലേ എല്ലാ ദുരന്തത്തിനും ഉപയോഗിക്കുന്നത്. ശരി, നമ്മൾ ഒരുപാട് തവണ ആവർത്തിച്ചതാണ്. SDRF ഫണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വീട് വെക്കാൻ അതിൽ നിന്ന് ചിലവാക്കാൻ കഴിയുന്ന പരമാവധി 1,37,000 രൂപ ചില്ലുവാനും രൂപ മാത്രമാണ്. അതിൽ നിന്ന് പൈസ എടുത്ത് ആവശ്യത്തിന് അടിച്ചു പൊളിക്കുക എന്ന് പറയുന്നത് ഇടുക്കി ഡാമിന്റെ താഴെ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പൈപ്പ് വെച്ച് കുടിച്ചു പറ്റിക്കുക എന്ന് പറയുന്ന മട്ടാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. മാനദണ്ഡം എല്ലാവർക്കും അറിയാം. പിന്നെയും SDRF എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാനദണ്ഡം ഒരു തോട്ടിക്കാണണം. അങ്ങനെ കേന്ദ്രം പറയണം ഒരു മാനദണ്ഡം SDRFന് ബാധകമാണ്, നിങ്ങൾ ചിലവാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇതുവരെ? ഇല്ല. ആഷ്മി, ഞാനൊരു കാര്യം പറയട്ടെ, ഒറ്റ കാര്യം. അതായത് 2 സർക്കാരുകൾ, കോൺഗ്രസ് സർക്കാരുകൾ, അവര് ഇവിടെ വീട് വെച്ച് കൊടുക്കാം എന്നൊക്കെ കഴിഞ്ഞ ദിവസം KC വേണുഗോപാൽ പറഞ്ഞാണല്ലോ. ഇവിടെ വീട് വെച്ച് കൊടുക്കാം, നിങ്ങൾ സ്ഥലം കാണിക്കുക, ഇല്ലെങ്കിൽ സ്ഥലം ഞങ്ങൾ മേടിച്ചോളാം, ഇതൊക്കെ പറയണ്ടല്ലോ. സർക്കാർ എന്താ ചെയ്ത്? അല്ല, അത് നമുക്ക് പ്രകാശ് ഭാഷയോട് ചോദിക്കാം. കാരണം ഞങ്ങളല്ല. പക്ഷെ അത് അല്ല, ബഹുമാനപ്പെട്ട ജ്യോതികുമാർ ചാമക്കാല തന്നെ അതിനെ കുറിച്ച് പറയുന്നതാണ് എന്റെ വിശ്വാസം. കാരണം KC വേണുഗോപാൽ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു. ഈ സർക്കാർ ഈ ദുരന്തത്തിനെ ഏത് രീതിയിൽ കണ്ടു, അതിനെ ഏത് രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത്, ഇതിന്ന് മനസ്സിലാക്കാമല്ലോ ബാക്കി കാര്യങ്ങളൊക്കെ. ശരി. അല്ല, ഞാൻ പറഞ്ഞത് സംസ്ഥാനത്തിന് അനാസ്ഥയുണ്ടെങ്കിൽ അത് കണിശമായി നമ്മൾ ചോദ്യം ചെയ്യും. പക്ഷെ അതിന് തമിഴ്നാടിന് ഈ പറഞ്ഞ 920 കോടി കൊടുക്കാമെങ്കിൽ കേരളത്തിന് പ്രധാനമന്ത്രി വന്ന് കണ്ടിട്ട് പോയിട്ട് 5 നയാ പൈസ കൊടുക്കാതിരിക്കാൻ മുട്ടാപ്പോക്ക് പറയുന്നതിന് ഒരു ന്യായമല്ല. ശ്രീജിജി, ഞാൻ എത്താൻ കേട്ടോ. ശ്രീ പ്രകാശ മാഷെ, ഇന്നിപ്പോ നമ്മൾ ഒരു സെറ്റ് ഓഫ് വ്യവഹാരകാലം കാണുകയായിരുന്നു കോടതിയിൽ. അത് മേരി ടീച്ചർ പറഞ്ഞതുപോലെ ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തിനടക്കം നല്ല വിമർശനം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എനിക്ക് തോന്നുന്നത് അത് അവസാന ലാപ്പിലേക്ക് എത്തുകയാണ്. ഇന്നിപ്പോൾ കോടതിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുന്നുണ്ട്. ഈ പറയുന്ന 153 കോടി പേപ്പറിൽ മാത്രമാണെന്ന് കഴിഞ്ഞ ആ സിറ്റിംഗിൽ തന്നെ കോടതിക്ക് ബോധ്യപ്പെടുന്നു. കോടതി പറയുന്നു ഞങ്ങൾ മധ്യസ്ഥ വഹിക്കാം എന്ന് കോടതി പറയുന്നു. ഇന്ന് കേന്ദ്രത്തോട് പറയുകയാണ് നിങ്ങൾക്ക് അടിയന്തരമായി സഹായം കൊടുക്കാൻ പ്ലാൻ ഉണ്ടോ, പദ്ധതിയുണ്ടോ, അതിന് മറുപടി പറ എന്ന് പറയുന്നുണ്ട്. കോടതിക്ക് ബോധ്യപ്പെട്ടു എന്ന ആത്മവിശ്വാസമുണ്ടോ ശ്രീ M പ്രകാശൻ? ഇതിൽ വയനാട് പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന BJPയും അതുപോലെ തന്നെ ഈവൻ കോൺഗ്രസ് ഉൾപ്പെടെ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾക്ക് കൃത്യമായ മറുപടിയാണ് ഇന്നത്തെ ഹൈക്കോടതി വിധി. ഹൈക്കോടതി വളരെ ഓപ്പൺ കോർട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ കുടിശ്ശികൾക്ക് വേണ്ടി ചോദിച്ചത് തങ്ങളെ അത്ഭുതപ്പെടുത്തുന്നുവെന്നാണ്. Why would Delhi send settlement of aircraft charges pertaining to 2016-2017 magically on October 24, where in 6 years it was not doing? So when something makes a request, you say you are already in debt. This is the psychology. What we want to do is the removal of these psychological things. ഇത് വളരെ കൃത്യമായിട്ട്
ഈ കേരളത്തോട് കേന്ദ്ര ഗവൺമെൻറ് കഴിഞ്ഞ കുറേ കാലമായി കാണിച്ചുകൊണ്ടിരിക്കുന്ന അവഗണനക്കുള്ളൊരു മറുപടി തന്നെയാണ്. ഇവിടെ ഇപ്പോൾ എന്താ ബി ജെ പിയുടെ ഗവൺമെൻറ് ഈ കേരളത്തിന് അർഹതപ്പെട്ട കാര്യങ്ങൾ തരാതിരിക്കുന്നതിന് എല്ലാ കാലത്തും കാരണം പറയുന്നത് ചെലവ് തന്നില്ല, ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് തന്നില്ല എന്ന് കോൺഗ്രസ് ഉൾപ്പെടെ അംഗീകരിക്കുകയാണല്ലോ. കൃത്യമായ നിലക്ക് ആ ചെലവുകളെ സംബന്ധിച്ചെല്ലാം ഉള്ള വിവരങ്ങൾ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നുവെന്ന് ഇന്നത്തെ വിധിന്യായത്തിലൂടെ വളരെ കൃത്യമായിട്ട് ഹൈക്കോടതി പറയുന്നുണ്ട്. ഒരു മേരി ടീച്ചർക്ക് സുപ്രീം കോടതിയാണെന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഈ പുതിയ തെരഞ്ഞെടുപ്പ്, വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം എന്തോ ഒരു പ്രത്യേകത കേരളത്തോട് കാണിക്കുന്നു അല്ല. ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ട് കടമെടുക്കാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. അത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷമല്ല. 13,000 കോടി രൂപ കടമെടുക്കാൻ അനുവദിക്കണം എന്ന് കേന്ദ്രത്തോട് പറഞ്ഞത് സുപ്രീം കോടതിയാണ്. നിങ്ങൾ കടമെടുക്കാൻ ഇപ്പോഴോ ഈ കഴിഞ്ഞ ആഴ്ച ഈ കേസ് വന്നപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താ ഹൈക്കോടതി? ഇറ്റ് ഈസ് കോൾഡ് കോപ്പറേറ്റീവ് ഫെഡറലിസം. ഇഫ് ദ സ്റ്റേറ്റ് ഈസ് ഇൻ എമർജൻസി ആൻഡ് നീഡ്സ് ഫണ്ട്, who else will be state task? Your norms like utilization certificate are procedural norms and this is an emergency. You have to make exemption in emergency. ഇത് സെൻട്രൽ ഗവൺമെൻറ്റിന് ഹൈക്കോടതി കൊടുത്ത ഡയറക്ഷനാണ്. എന്ന് പറഞ്ഞാൽ ഈ കേരളത്തോട് കാണിച്ചു കൊടുക്കുന്ന ഈ തികഞ്ഞ അന്യായം, ഇതിപ്പോൾ അന്യായമല്ല എന്ന് പറയാനാണല്ലോ ബി ജെ പിയുടെ അഡ്വക്കേറ്റ് ജിജി ശ്രമിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ആന്ധ്രക്ക് ചോദിക്കാതെ 3,500 കോടി കൊടുത്തു, നിവേദനം പോലും കൊടുത്തിട്ടില്ല. ബീഹാറിന് അഡ്വാൻസ് ആയിട്ട് വെള്ളപ്പൊക്കം വരാനുണ്ട് എന്ന് കണ്ടിട്ട് 13,000 കോടി കൊടുത്തു. ഇവിടെ പറഞ്ഞ പോലെ തമിഴ്നാടിന് 1,000 കോടി രൂപ കൊടുത്തു. ഇവിടെ ഏതെങ്കിലും കണക്കോ നിവേദനം കൊടുത്തിട്ടാണോ ഈ പറയുന്ന സ്ഥലങ്ങളെല്ലാം ഇത് കൊടുത്തിരിക്കുന്നത്? കേരളത്തിൻ്റെ കാര്യമാകുമ്പോൾ ചെലവ് നടത്തിയിട്ടില്ല, സ്റ്റേറ്റ്മെൻറ്റ് തന്നില്ല. ഇത് കൃത്യമായി അവിടെ പാർലമെൻറ്റിനൊക്കെ പറയല്ലേ, കേന്ദ്ര ധനകാര്യമന്ത്രി ഉൾപ്പെടെ ഈ കാര്യങ്ങൾ സംബന്ധിച്ച് പാർലമെൻറ്റിൽ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ മുട്ടാപ്പോക്ക് നയാണ്. കേരളത്തിൽ ഒരു കാരണവശാലും കൊടുക്കില്ല എന്നുള്ള നിലക്കുള്ള നിലപാടെടുത്തുകൊണ്ട് അതിനെ ന്യായീകരിക്കാൻ കാര്യങ്ങൾ സ്വീകരിക്കുന്നതാണ്. ഇപ്പം ഇന്ന് വളരെ കൃത്യമായിട്ട് കേരള ഗവൺമെൻറ് പറഞ്ഞ കാര്യം ഹൈക്കോടതി അംഗീകരിച്ചു. ആകെ ഇനി ഫണ്ടിനകത്ത് ബാക്കിയുള്ളത് 61 കോടിയാണ്. ഇപ്പോൾ പറഞ്ഞല്ലോ, ഇവിടെ ബി ജെ പിയുടെ ആൾ പറഞ്ഞല്ലോ, SDRF-ൽ നിന്ന് എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി കഴിയുമോ? ഇന്നത്തെ കോടതി വിധി എന്താ? ഈ നോംസ് എല്ലാം തന്നെ SDRF-ന് ഒഴിവാക്കി കൊടുക്കണം. അങ്ങനെ വന്നാൽ ഈ പറയുന്ന സംഖ്യ എടുത്ത് കേരളത്തിൽ ഉപയോഗിക്കാം. അത് കേന്ദ്രം പരിഗണിക്കണം. ഈ വരുന്ന 15-ാം തീയതിക്കുള്ളിൽ ഇത് പരിഗണിച്ചുകൊണ്ട് കേസ് മാറ്റിവെക്കൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം തികച്ചും കള്ളമാണ് എന്നുള്ളത് വളരെ കൃത്യമായ നിലയ്ക്ക് തന്നെ ഈ കോടതിയുടെ വിധി വ്യക്തമാക്കുന്നുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റിനോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന തികഞ്ഞ അന്യായം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ അന്യായം വെറുതെ ഉണ്ടായതല്ല. ഇതിപ്പോൾ ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുമ്പോൾ വയനാടിൻ്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് അല്പം നിലപാടിൽ മാറ്റമുണ്ടാക്കുന്നുണ്ടെന്നത് ശരിയാണ്. പക്ഷെ എന്താണ് ഈ കഴിഞ്ഞ 7 കൊല്ലക്കാലമായിട്ട് കോൺഗ്രസ് സ്വീകരിച്ച സമീപനം? കേന്ദ്രം കേരളത്തോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന അവഗണനയ്ക്കെതിരെയാണ് നവകേരള സഹ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. ഈ കേരളത്തിൽ എല്ലാ പാർട്ടിക്കാരെയും ചേർത്തുകൊണ്ട്, എല്ലാ MLA-മാരും ചേർത്തുകൊണ്ട് എതിർക്കാനല്ലേ കോൺഗ്രസ് മുന്നോട്ടേക്ക് വന്നത്? ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് മുഖ്യമന്ത്രി, MLA-മാർ, MP-മാർ എല്ലാവരും ചേർന്ന് ഡൽഹിയിൽ സമരം നടത്താൻ തീരുമാനിച്ചു. UDF-നെ കൂടി ചേർത്തുകൊണ്ടല്ലേ സമരം തീരുമാനിച്ചത്? പങ്കെടുക്കാൻ വേണ്ടി UDF കോൺഗ്രസ് ഉണ്ടായോ, ലീഗ് ഉണ്ടായോ? അപ്പോൾ കോടതിയിൽ പോയപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നവരെല്ലാം എന്ന് പറഞ്ഞാൽ, ഈ കേരളത്തോട് BJP കാണിച്ചുകൊണ്ടിരിക്കുന്ന അന്യായം അതിന് ഒരു രണ്ടാം കക്ഷിയായിട്ട് രാഷ്ട്രീയ നിലപാട്. ഈ നിലപാടെടുക്കാൻ ശരി, അത് ശരി. സുജോതി കുമാർ ചാമക്കാല അതിന് മറുപടി പറഞ്ഞോളൂ. അതോടൊപ്പം നമ്മൾ കണ്ടതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ഭരണഘടനാ ചർച്ചകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അവിടെ കനിമൊഴി പറയുകയാണ്, ഈ തമിഴ്നാടിന് മാത്രമല്ല കേരളത്തിൻ്റെ മക്കൾക്കും സമാനമായ അവസ്ഥയാണ്, സമാനമായ നിലയാണ് എന്ന് പറയുമ്പോഴേക്കും അവിടെ നിന്ന് തൃശ്ശൂരിൽ നമ്മൾ ജയിപ്പിച്ചു വിട്ട ഒരു കേരളത്തിൻ്റെ ശബ്ദമാണ്. എന്നാൽ ഈ സുരേഷ് ഗോപി എപ്പോഴും ആവർത്തിക്കുന്ന, ഞാൻ തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെ കൂടെ മന്ത്രിയാണ് എന്ന് ആവർത്തിക്കുന്ന ആളാണ് പുള്ളി. അദ്ദേഹം അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കൈ മലർത്തി കാണിക്കുന്നു, ചിരിക്കുന്നു, എന്തൊക്കെയോ കാണിക്കുകയാണ്. അത് സുരേഷ് ഗോപിയുടെ മാത്രം മാനസികാവസ്ഥ എന്ന് കാണണോ, അതോ ഈ കേന്ദ്ര ഭരണകൂടത്തിൻ്റെയും BJP-യുടെ മാനസികാവസ്ഥയാണ് ഈ പറഞ്ഞ ചിരിച്ചുകൊണ്ട് കൈമലർത്തൽ, അധിക്ഷേപിച്ചുകൊണ്ട് കൈമലർത്തൽ എന്നതാണോ കാണേണ്ടത്? രാമകല നോക്കൂ ഹാഷ്മി, ഇപ്പോൾ സുരേഷ് ഗോപിയുടെ മനോനിലയെ സംബന്ധിച്ച് ഞാൻ താങ്കളോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതില്ല, കേരളത്തിലെ ജനങ്ങളോട് പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതില്ല. അദ്ദേഹം ജയിച്ചുപോയി എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് 10 വകുപ്പ് കൊടുക്കണം എന്നൊക്കെയാണ് ആദ്യം ആവശ്യപ്പെട്ടത്. ഏതായാലും അദ്ദേഹത്തിന് ഒരു സഹമന്ത്രിയാക്കി നിർത്തിയത് നന്നായി എന്നിപ്പോൾ തോന്നുന്നു. ഏതായാലും ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇവിടെ കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണന, ആ അവഗണനയെ അതിൻ്റെ ഗൗരവത്തോടുകൂടി ദേശീയ തലത്തിൽ കൊണ്ടുവന്നത് വയനാടിൻ്റെ MP ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവരാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ
ഇപ്പോൾ കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ 8 വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ദുഷ്ചെയ്തികൾ, അവരുടെ മിസ്മാനേജ്മെൻറ്റ്, സാമ്പത്തിക മേഖലയിലുള്ള മിസ്മാനേജ്മെൻറ്റ് ഉൾപ്പെടെ ഇതിനകത്ത് ഒഴുക്കിക്കളയാം, അല്ലെ കൈകഴുകിയെടുക്കാം എന്നുള്ള LDFിൻ്റെ ധാരണയോടും ഞങ്ങൾക്ക് യോജിപ്പില്ല. നിങ്ങൾക്ക് കടമെടുക്കേണ്ട പരിധിയെ സംബന്ധിച്ച് ദേശീയ തലത്തിൽ ഒരു നിയമവും റൂളും ചട്ടവുമൊക്കെ ഉണ്ട്. അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് കടമെടുക്കേണ്ടി വന്നത് നിങ്ങളുടെ കയ്യിലെ പിടിപ്പുകേട് കൊണ്ടാണ്. അത് ഇക്കൂട്ടത്തിൽ കൊണ്ടുവന്ന് അതുകൂടെ അങ്ങ് വെള്ളപൂശി കളയാം എന്ന ധാരണ നിങ്ങൾക്ക് വേണ്ട. അത് പ്രാഥമികമായി ഞാൻ LDFിൻ്റെ പ്രതിനിധിയോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഈ വിഷയത്തിലേക്ക് വരാം. ഈ വിഷയം ഞങ്ങൾ നിലപാടെടുത്തുന്നേ, ഞങ്ങൾ നിലപാടെടുക്കേണ്ടപ്പോൾ എടുക്കും. നിങ്ങളോടൊപ്പം നിന്ന് നിലപാടെടുക്കേണ്ട സാഹചര്യം ഞങ്ങൾക്കില്ല. നിങ്ങളെ സംബന്ധിച്ച്, നിങ്ങളുടെ ദുഷ്ചെയ്തികളെ സംബന്ധിച്ച് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. സമയം ചുരുക്കം മൂലം ഞാൻ അതിലേക്ക് കടക്കുന്നുമില്ല, ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട്. ഇന്നിപ്പോൾ കോടതി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നുമില്ല. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ കോടതിയാണ് അമിക്കസ് ക്യൂറിയെ നിയോഗിച്ചത്. അമിക്കസ് ക്യൂറിയെ നിയോഗിക്കാനുണ്ടായ സാഹചര്യമൊക്കെ അറിയാം. ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ കോടതി നേരിട്ട് ഇടപെട്ടുകൊണ്ട് അമിക്കസ് ക്യൂറിയെ നിയോഗിക്കുന്നു. അമിക്കസ് ക്യൂറി റിപ്പോർട്ട് കൊടുക്കുന്നു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി നേരിട്ട് കേസെടുത്തുകൊണ്ട്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേസെടുത്തിട്ടാണല്ലോ അമിക്കസ് ക്യൂറിയെ നിയോഗിക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു. കോടതി ഇതിനകത്ത് ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും ക്ലാരിറ്റി വരുത്താൻ ശ്രമിക്കുന്നു. അത് കേന്ദ്രത്തോടും കേരളത്തോടും ചോദിക്കുന്നു. ഇതിനെ സംബന്ധിച്ച് ഇവരുടെ രണ്ടുപേരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് താനും. ഏറ്റവും അവസാനം ഹൈക്കോടതിയിൽ പറഞ്ഞത് പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻറ്റ് കൊടുത്തത് നവംബർ 13 കേന്ദ്രം പറയുന്നു. അതിനകത്ത് തർക്കമില്ലല്ലോ പ്രകാശൻ മാസ്റ്റർക്ക്. ഇവിടെ നമ്മളെ സംബന്ധിച്ച് നോക്കൂ, ഇന്നിപ്പോൾ കോടതി പറഞ്ഞത് എന്താണ്? ഇന്ന് കോടതി പറയുന്ന പ്രധാനപ്പെട്ട 2-3 പോയിന്റ്സ് ഞാൻ പറയാം. ദുരന്തമുഖത്തെ രക്ഷാപ്രവർത്തനത്തിന് 132.62 കോടി രൂപ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടത് 2016-ലെയും 2017-ലെയും വർഷങ്ങളിലെ ദുരന്തത്തിൻ്റെ എയർ ലിഫ്റ്റിംഗ് ചാർജുകളാണ്. എന്തിനാണ് ഇപ്പോൾ കേന്ദ്രം ആവശ്യപ്പെടുന്നത്? ഇത് BJPയുടെ പ്രതിനിധി പറയുമ്പോൾ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചാണ് ചോദിക്കുന്നതെന്ന കാര്യം മറക്കരുത്. 2016-ലെയും 2017-ലെയും ദുരന്തങ്ങളുടെ എയർ ലിഫ്റ്റിംഗ് ചാർജുകൾ എന്തിനാണ് ഇപ്പോൾ കേന്ദ്രം ആവശ്യപ്പെടുന്നത്? ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തേത്, വയനാട് ദുരന്തത്തിന് തൊട്ടുമുതലേ കേന്ദ്രം ഇക്കാര്യം ആവശ്യപ്പെടുന്നു എന്നത് അത്ഭുതപ്പെടുത്തുന്നു എന്നാണ് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത്. മൂന്നാമത്തേത്, വയനാട് ദുരന്തത്തിൻ്റെ സഹായം ആവശ്യം മുന്നിലുള്ളപ്പോഴാണ് കേന്ദ്ര സർക്കാർ ഈ തുക ആവശ്യപ്പെടുന്നത് എന്നത് വീണ്ടും ആശ്ചര്യപ്പെടുത്തുന്നു. ഇത്രയും വർഷം കാത്തിരുന്നല്ലോ, അടുത്ത 6 മാസമെങ്കിലും കാത്തിരുന്നിട്ട് ചോദിച്ചാൽ പോരെ എന്ന് ചോദിക്കുന്നത് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചാണ്. ദുരന്തത്തെ നേരിടാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോഴാണ് മറ്റൊരു വഴിക്ക് ഈ തുക ആവശ്യപ്പെടുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിശദീകരണവും തേടി എന്നാണ് ഇന്ന് കോടതിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. സ്വാഭാവികമായും ഇക്കാര്യത്തിനകത്ത് നോക്കൂ, നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ BJPയുടെ പ്രതിനിധി പറയുന്നതാണ്, NDRFിൽ നിന്ന് SDRFിലേക്ക് ഇത്ര തുക കൊടുത്തില്ലേ, 154 കോടി രൂപ വെച്ച് ഞങ്ങൾ 2 പ്രാവശ്യം കൊടുത്തില്ലേ? നിങ്ങളുടെ ഔദാര്യമല്ലെന്നേ, അത് കേരളം ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളുടെ അവകാശമാണ്. അത് അവരുടെ വിഹിതം കൊടുക്കുന്നതാണ്. ആ വിഹിതം ഉൾപ്പെടെയുള്ള സംസ്ഥാന സർക്കാർ പറഞ്ഞല്ലോ, SDRFിൽ ഞങ്ങളുടെ കയ്യിൽ 700 കോടി രൂപയുണ്ട്, ഞങ്ങൾ മറ്റാവശ്യങ്ങൾക്ക് ചിലവാക്കിയത് കഴിഞ്ഞിട്ട് വയനാട്ടിലെ ഇതുവരെ ചിലവാക്കിയ തുകയും കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ കയ്യിൽ 61 കോടി രൂപയാണ് ഇനി ഉള്ളത്. അത് ഈ വയനാട്ടിലേക്ക് ചിലവാക്കുക അസാധ്യമാണ്, കാരണം വേനൽ ഉൾപ്പെടെയുള്ള പല പ്രതിസന്ധികളും ഞങ്ങൾ തരണം ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാകാത്തത് എന്താണ് BJPക്ക്? അപ്പോൾ SDRFിലേക്ക് കിട്ടിയിട്ടുള്ളത് നിയമാനുസൃതം രാജ്യത്തെ നിയമമനുസരിച്ച് ലഭിക്കേണ്ട തുകയുടെ ഭാഗമാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ ചോദിക്കുന്നത് വയനാട്ടിലുണ്ടായിട്ടുള്ള ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം കേരളത്തിന് എന്ത് സഹായം നൽകി എന്നുള്ളതാണ്. താങ്കൾ പറഞ്ഞു തമിഴ്നാട്ടിന് കൊടുത്തതിനെ സംബന്ധിച്ച്, നമുക്കറിയാം ത്രിപുരയ്ക്ക് കൊടുത്തതിനെ സംബന്ധിച്ച്, നമുക്കറിയാം തെലങ്കാനയ്ക്ക് കൊടുത്തതിനെ സംബന്ധിച്ച്, നമുക്കറിയാം ആന്ധ്രയ്ക്ക് കൊടുത്തതിനെ സംബന്ധിച്ച്. അപേക്ഷ കൊടുക്കുന്ന ഞാൻ ചോദിക്കുന്ന ഈ ഫെഡറൽ സംവിധാനത്തിനകത്ത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഓരോ സ്റ്റേറ്റിൻ്റെയും വെൽഫെയർ അഷ്വർ ചെയ്യേണ്ട ഉത്തരവാദിത്വം കേന്ദ്രത്തിനുണ്ട്. ഇത്തരത്തിലൊരു ഡിസാസ്റ്റർ ഉണ്ടായാൽ സ്വാഭാവികമായി സംസ്ഥാനത്തെ സഹായിക്കേണ്ട ബാധ്യത കേന്ദ്ര സർക്കാരിനുണ്ട്. നിങ്ങൾ കണക്കുകൾ പിന്നീടാവട്ടെ, നിങ്ങളൊരു 100 കോടി രൂപ, ഒരു 100 കോടി രൂപയെങ്കിലും ഇതിനൊന്ന് കൊടുത്തിട്ട് നിങ്ങൾ ചെയ്യൂ. അവിടെ കൊണ്ടുവരുമ്പോൾ ഉടനെ ഇപ്പോൾ എന്താ BJPയുടെ പ്രതിനിധി പറയുന്നത്? ബുക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ബുക്ക് അഡ്ജസ്റ്റ്മെൻ്റ് അല്ലേ? ഈ ബുക്ക് അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് വയനാട്ടിലെ ദുരിതം പേരുന്നവർ, ഉറ്റവരെ ഉടയവരെ നഷ്ടപ്പെട്ടവർ, വീട് നഷ്ടപ്പെട്ടവർ, കൃഷി നഷ്ടപ്പെട്ടവർ, വളർത്തുമൃഗങ്ങളെ നഷ്ടപ്പെട്ടവർ, ഉപജീവനങ്ങൾ നഷ്ടപ്പെട്ടവർ, അവരോട് ചെന്നിട്ട് ഇതെല്ലാം ബുക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്ന് പറഞ്ഞാൽ അവർ പിന്നെന്താ വായു ഭക്ഷിച്ച് ജീവിക്കണോ? ഒരു സാമാന്യ മര്യാദ വേണ്ടേ പറയുന്ന വാചകങ്ങൾക്ക്? അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് എന്ത് സഹായം ചോദിച്ചു എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ബുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ വയർ നിറയുമോ? അതാണോ വേണ്ടത്? അതാണോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്? അപ്പോൾ അതിനപ്പുറത്തേക്ക് ഗൗരവത്തോടുകൂടി ഈ വിഷയത്തെ കാണേണ്ടിയിരുന്നു. ഇവിടെ രാഷ്ട്രീയമായ വിവേചനം ഉണ്ടായിട്ടുണ്ട്. കേരളം എന്ന് പറഞ്ഞാൽ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നു പോയതിന് നമുക്ക് നമ്മുടെ ഖജനാവിൽ ചെലവായി 32 ലക്ഷം. അതെങ്കിലും ഞാൻ പറഞ്ഞ അവസാനിപ്പിച്ചു. ഒറ്റ കാര്യം കൂടി പറഞ്ഞ അവസാനിപ്പിച്ചേ ഹാഷ്മി. ഒറ്റ കാര്യം കൂടി. ഇവിടെ ടീച്ചർ പറഞ്ഞൊരു പ്രസക്തമായ കാര്യമുണ്ട്. അവരുടെ കടങ്ങൾ എഴുത്തലുമായി ബന്ധപ്പെട്ട് നമ്മളൊന്ന് ആലോചിക്കണം. അവർക്ക് ഇപ്പോഴും റിമൈൻഡർ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ സംബന്ധിച്ച് അവർക്ക് മൊറട്ടോറിയം എന്ന് പറയുന്നു, അതിൻ്റെ പലിശ സഹിതം കൊടുക്കേണ്ടി വരും. എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അവിടെ
സംസ്ഥാനത്ത് പിന്നെ എന്താ ബാങ്കിങ് സമിതിയുടെ യോഗം വിളിച്ചു ചേർത്ത് അവരോട് എഴുത്തള്ളണമെന്ന് പറഞ്ഞു. കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പല ബാങ്കുകളും നേരിട്ട്, നാഷണലൈസ്ഡ് ബാങ്കുകളും നേരിട്ട് അവരുടെ ഡയറക്ടർ ബോർഡിൽ ഈ വിഷയം ചർച്ച ചെയ്തു. മൊത്തത്തിൽ അവർ അസസ് ചെയ്തിരിക്കുന്ന 35 കോടി രൂപയുടെ നഷ്ടമാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ലിസ്റ്റ് നമ്മുടെ സംസ്ഥാനത്തിന് ഇപ്പോഴും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഇത് ആർക്കൊക്കെ കൊടുക്കണം? മൊത്തം സർവസ്വം നഷ്ടപ്പെട്ടവർക്ക് വേണോ, അതോ ക്യാമ്പിൽ വന്നിട്ടുള്ളവരുടെ ഇത് എഴുത്തള്ളണമോ എന്നതിനെ സംബന്ധിച്ച് തർക്കമുണ്ട്. അങ്ങനെ ക്യാമ്പിൽ വന്നിട്ടുള്ളവരുടെ അല്ല, എല്ലാം നഷ്ടപ്പെട്ടു എന്ന് ഫീൽഡിൽ നഷ്ടപ്പെട്ടു എന്ന് ബോധ്യപ്പെട്ടവരുടെയാണ് എഴുത്തുള്ളതെങ്കിൽ അത് 15 കോടിയിലേക്ക് ചുരുങ്ങും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ 1000-വും 10,000-വും കോടി രൂപയുമായി വിദേശത്തേക്ക് പോയ വ്യവസായികൾ ഉള്ളപ്പോഴാണ് 35 കോടി രൂപ ഓവറാൾ ആ 3 വാർഡിലേയും കൂടെ ഉള്ളവരെ സംബന്ധിച്ച് അവരെ ഇപ്പോഴും ബാങ്കുകൾ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊന്ന് എഴുതി തള്ളിക്കാൻ പോലും നമുക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ നമ്മളെ ആരെയാണ് കുറ്റപ്പെടുത്തുന്നത്? നമ്മൾ ആരോടൊപ്പമാണ്? അവിടെ ആ സർവസ്വവും നഷ്ടപ്പെട്ടവരോടൊപ്പമാണോ, അതോ നിങ്ങൾ പരസ്പരം കണക്ക് പറഞ്ഞ് കളിക്കുകയാണോ? എന്താണ് വേണ്ടത്? ചോദ്യമാണ്. ഇപ്പോൾ ഈ പറഞ്ഞ ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ അവർ ആ പാവങ്ങൾക്കറിയോ? ശ്രീമതി മേരി ടീച്ചർ, നമ്മൾ ഈ പറയുന്ന എന്താണ് സംസ്ഥാനത്തിന്റെ ധനകാര്യ പ്രതിസന്ധിയുടെ കാലത്തൊക്കെ ഒരുപാട് ചർച്ചകൾ ഒരുമിച്ചിരുന്നവരാണ്. അന്ന് നമ്മൾ പറയുന്നതാണ്, നമ്മൾ ഈ പറഞ്ഞ സംസ്ഥാനത്തിന്റെ പിടിപ്പുകേടും അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ ധൂർത്തും ഒക്കെ പറയുന്ന കൂട്ടത്തിൽ തന്നെ ഇത് കേന്ദ്ര ഡെവല്യൂഷനിൽ നമുക്ക് കിട്ടേണ്ട നികുതി വിഹിതം, നമ്മൾ ആർജിച്ചെടുത്ത നമ്മുടെ മുന്നേറ്റങ്ങൾ, നമ്മുടെ ജനസംഖ്യാ നിയന്ത്രണം, നമ്മുടെ ആരോഗ്യ മേഖലയിലെ മുന്നേറ്റം ഒക്കെ നമുക്ക് തന്നെ പാരയാവുന്ന കാഴ്ച നമ്മൾ ആ ദിവസങ്ങൾ കണ്ടതാണ്. എങ്കിലും നമ്മൾ നികുതി പിരിച്ചു കൊടുക്കുന്നുണ്ട്. മേരിട്ടിച്ച നമ്മൾ ഇങ്ങനെ കെഞ്ചിക്കാൻ, അപേക്ഷിക്കാൻ, നമ്മൾ ഏതെങ്കിലും ഔദാര്യം ചോദിക്കുകയാണോ? ഇത് നമ്മൾ അവകാശമല്ലേ, അത് തരണ്ടേ? ഹഷ്മി, തീർച്ചയായിട്ടും ഇത് ജനങ്ങളുടെ അവകാശമാണ്. കാരണം സംസ്ഥാന ഗവൺമെൻറ് ആകട്ടെ കേന്ദ്ര ഗവൺമെൻറ് ആകട്ടെ നേരത്തെ ചാമക്കാര പറഞ്ഞതുപോലെ അവരുടെ ആരുടെയും പോക്കറ്റിൽ നിന്ന് എടുത്തല്ല ഈ പറയപ്പെട്ടത് ഫിനാൻസ് കമ്മീഷൻ വഴിയായിട്ട് ഡെവല്യൂഷൻ ഉണ്ടാകുന്നത്. ജനം കൊടുക്കുന്ന നികുതിയേതര വരുമാനം, അതാണ് സെൻട്രൽ പൂളായിട്ട് വരുന്നത്, അതാണ് സംസ്ഥാന പൂളായിട്ട് വരുന്നത്. ഒക്കെ ഏത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഖജനാവാകട്ടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഖജനാവാകട്ടെ ജനങ്ങളുടെ പണം, ജനങ്ങൾ കൊടുക്കുന്ന നികുതിയേതര വരുമാനമാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പം അതിൽ നിന്ന് എടുത്ത് കേന്ദ്രം സംസ്ഥാനത്തിനോ അല്ലെങ്കിൽ ദുരന്ത നിവാരണത്തിനോ കൊടുത്താലും സംസ്ഥാനം കൊടുത്താലും രണ്ടും ഒരുപോലെ തന്നെ ജനങ്ങളുടെ പണമാണ്. ഔദാര്യമായി കാണേണ്ട കാര്യമില്ല. ഫിനാൻസ് കമ്മീഷന് കൊടുത്തിരിക്കുന്ന ഒരു അധികാരം ആ ഡെവല്യൂഷൻ നോംസ് അനുസരിച്ച് തീരുമാനിക്കുക എന്നുള്ളത്. അത് ഇപ്പോൾ ഈ ഫിനാൻസ് കമ്മീഷൻ, ഈ 15th ഫിനാൻസ് കമ്മീഷൻ വന്നതിന് ശേഷം തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ആകെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള നോംസ് ആണ് ഫോം ചെയ്തത്. അതിൻ്റെ ഫലമാണ് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ അനുഭവിക്കുന്നത്. ഇനി കനിമൊഴി പറഞ്ഞ ആ കാര്യത്തെപ്പറ്റി ഞാൻ പറയട്ടെ. കനിമൊഴി പറഞ്ഞത് ശരിയാണ്. കാരണം 944.80 രൂപ പിന്നെ സംസ്ഥാന തമിഴ്നാടിന് കൊടുത്തത് എവിടെ നിന്നാണ്? അത് SDRF ഫണ്ടിൽ നിന്ന് തന്നെയാണ് എടുക്കാൻ അവരോട് പറഞ്ഞിരിക്കുന്നത്. അവർക്കും 1 രൂപ പോലും നേരിട്ട് NDRFിൽ നിന്ന്, അതായത് നാഷണൽ ഡിസാസ്റ്റർ ഫണ്ടിൽ നിന്ന് 1 രൂപയും തമിഴ്നാടിന് ഇതുവരെ കൊടുത്തിട്ടില്ല. അത് തന്നെയാണ് കേരളത്തിൻ്റെ കേസും. SDRFിലുള്ള ഫണ്ട്, അതായത് ഫിനാൻസ് കമ്മീഷൻ വഴി ഡെവോൾവ് ചെയ്ത് കിട്ടിയ ഫണ്ട് എടുത്ത് ചെലവഴിക്കൂ എന്നാണ് കേന്ദ്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഈ എന്താ പറയുക, എന്താണ് മിനിസ്റ്റീരിയൽ കമ്മിറ്റിയൊക്കെ കൂടി തീരുമാനങ്ങളൊക്കെ ഫൈനലൈസ് ചെയ്തതിന് ശേഷം എന്ത് തരണം എന്ത് തരണ്ട എന്ന് തീരുമാനിക്കാം എന്ന നിലപാടിലാണ് ഇപ്പോഴും കേന്ദ്രം. അല്ല ടീച്ചർ, നമ്മൾ ഈ SDRFിന്റെ മാനദണ്ഡം കഴിഞ്ഞ ദിവസം പറയുന്നുണ്ട് ടീച്ചർ. അത് നോക്കുമ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ ഈ SDRFിലെ ഫണ്ടിൽ ഒരു കുടുംബത്തിന് 10 ലക്ഷം രൂപ കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഒരു കുടുംബത്തിന് 10 ലക്ഷം രൂപ കൊടുക്കണമെന്ന് വെക്കൂ. പ്രൊവൈഡഡ് ആ കുടുംബത്തിന് വീട് മൊത്തത്തിൽ പൊളിയണം, ആ കുടുംബത്തിൽ ഒരാൾ മരിക്കണം, ആ കുടുംബത്തിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കണം, ആ കുടുംബത്തിൽ 2 പശുക്കൾ ഉണ്ടാകണം, ആ 2 പശുക്കളും ചത്തും പോകണം. ഈ സാഹചര്യം ഉണ്ടായാൽ മാത്രമാണ് പരമാവധി SDRFിൽ നിന്ന് 10 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റുള്ളൂ ടീച്ചറെ. അതെ. അപ്പൊ ഹഷ്മി, ഇങ്ങനെ 10 ലക്ഷം കൊടുക്കാനല്ല കേന്ദ്രം പറയുന്നത്. ഇമ്മീഡിയറ്റ് റിക്വയർമെന്റ്സ്, അതായത് പെട്ടെന്നുള്ള റീഹാബിലിറ്റേഷൻ ആക്ടിവിറ്റീസ് ഈ ഫണ്ട് ഉപയോഗിച്ച് നടത്തുക, അതാണ് SDRFിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടോ സംസ്ഥാന ഗവൺമെൻറ്റിന് അങ്ങനെ ഒരു ഫണ്ട് എടുത്ത് ഉപയോഗിക്കത്തക്ക രീതിയിൽ ഇല്ലെന്നാണ് നാം മനസ്സിലാക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ സുപ്രീം കോടതി എന്ന് പറഞ്ഞത് അബദ്ധമായി പോയി, ക്ഷമിക്കണം, അറിയാതെ പറഞ്ഞു പോയതാണ്. അതായത് ഇത്തവണയല്ല, ഇതിന് മുൻപത്തെ പ്രാവശ്യം കോടതി കൂടിയപ്പോൾ കോടതിയോട് ചീഫ് സെക്രട്ടറി പറഞ്ഞ ഒരു മൊഴിയുണ്ട്. SDRF ഫണ്ടിൻ്റെ കാര്യം അക്കൗണ്ട് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട്, ആ അക്കൗണ്ടിൽ പണമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ
ചീഫ് സെക്രട്ടറിക്ക് ചീഫ് സെക്രട്ടറി അല്ലായിരുന്നു, ഈ ഡിഫൻസിൻ്റെ SDRFൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആണെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹത്തിന് കൃത്യമായിട്ട് എത്ര എമൗണ്ട് ഉണ്ടെന്ന് പറയാൻ പറ്റിയില്ല. അപ്പോൾ കോടതി തന്നെ നടത്തിയ ഒരു ഒബ്സർവേഷൻ ഉണ്ട്, ആ അക്കൗണ്ടിൽ ഫണ്ടൊന്നും ഇല്ല അല്ലേന്ന്. ഞാൻ തന്നെ ഒരു ചർച്ചയിൽ പറയുകയുണ്ടായി, അതിന് നോക്കണമെങ്കിൽ CAG റിപ്പോർട്ട് നോക്കണം. സംസ്ഥാന ഗവൺമെൻറ് ഏത് അക്കൗണ്ടിലുള്ള പണവും ആ ആവശ്യത്തിന് ഉപയോഗിക്കാതെ വകമാറ്റി ചെലവഴിക്കുന്ന സ്വഭാവം ഈ LDF ഗവൺമെൻറ്റിൻ്റെ സ്വതസിദ്ധ സ്വഭാവമായി മാറിയിരിക്കുന്നു എന്ന് CAG റിപ്പോർട്ട് വായിക്കുന്ന നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഈ SDRF ഫണ്ടിൽ ഉണ്ട് എന്ന് പറയുന്ന കേന്ദ്രം പറയുന്ന ഫണ്ട് അവിടെ കാണില്ല, അക്കൗണ്ടിലുണ്ട് പക്ഷേ ഫണ്ടില്ല. ഫണ്ട് വകമാറ്റി മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു. ഇപ്പോൾ ഗവൺമെൻറ്റിന് ഇതാ ഇപ്പോൾ 1225 കോടി പുതിയതായിട്ട് 17-ാം തീയതി എന്ന് വെച്ചാൽ ഇന്നലെ കടമെടുക്കാൻ RBI വഴിയായിട്ട് പോയിരിക്കുകയാണ്. അത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാനും മറ്റ് ആവശ്യങ്ങൾക്കും വേണ്ടിയാണ്. അങ്ങനെ ലാസ്റ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സമ്മതിച്ച കടത്തിൻ്റെ ബാക്കി ഭാഗമാണ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫിസ്ക്കൽ ക്രൈസിസിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ SDRF ഫണ്ടിൽ ഒരു പക്ഷേ ഫണ്ട് ഇല്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഇത്രയധികം കൈമലർത്തൽ വേണ്ടി വരുന്നത്. അത് മാത്രം തീർന്നില്ല ഹാഷ്മി. അതായത് ഇപ്പോൾ ഇവരുടെ റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് അന്ന് മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞു 1041 വീടുകൾ തകർന്നു, അവരെ പിന്നെ ഒരു ടൗൺഷിപ്പിലേക്ക് മാറ്റും, അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്തിരിക്കുന്നു, തൽക്കാലം ടൗൺഷിപ്പിലേക്ക് മാറ്റുമെന്ന് അദ്ദേഹം അസംബ്ലിയിൽ പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ ടൗൺഷിപ്പിൻ്റെ പദ്ധതികൾ വന്നു കഴിഞ്ഞപ്പോൾ 346 കുടുംബങ്ങളെ മാത്രമാണ് ആ ടൗൺഷിപ്പിൽ ആദ്യഘട്ടത്തിൽ അവർക്ക് അതിനുള്ള ഇത് കൊടുത്തിരിക്കുന്നത്, അവർക്ക് കൊടുക്കുമെന്ന രീതിയിൽ അവരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ബാക്കി 983 കുടുംബങ്ങൾ എവിടെ പോയി? അവരെ ആര് റീഹാബിലിറ്റേറ്റ് ചെയ്യും? അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തും വലിയ പാളിച്ചകളുണ്ട്. ഈ പാളിച്ചകളൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് നിശ്ചിതമായിട്ട് കേന്ദ്രത്തെയും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റിനെയും എന്തായാലും എനിക്ക് ഇടയ്ക്ക് ഉണ്ടായ ഒരു വാർത്താ കൺഫ്യൂഷൻ എന്ന് പറയുന്നത്, ഈ പറയുന്ന നമ്മുടെ ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള കണക്കുകളുടെ കത്ത് കേന്ദ്രത്തിന് കൊടുക്കുക എന്നുള്ളതല്ല കഴിഞ്ഞ തവണ കോടതി പറഞ്ഞത്. അത് കോടതിയിൽ സമർപ്പിക്കുക എന്നുള്ളതാണ്. അതിന്ന് കോടതിയിൽ സമർപ്പിച്ചു. കോടതി കേന്ദ്രത്തോട് ചോദിക്കുകയാണ് ഈ അടിയന്തര സാഹചര്യത്തിൽ നിങ്ങൾക്ക് അത് കോടതിയുടെ ബോധ്യത്തിനായി അത് അവിടെ ഇരിക്കുകയാണ്. കോടതി കേന്ദ്രത്തോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് അടിയന്തര സാഹചര്യത്തിൽ സഹായം ചെയ്യാൻ കഴിയുമോ, നിങ്ങൾ നിലപാട് പറ. കോടതി കേന്ദ്രത്തോട് പറയുകയാണ്, ഇതൊരു ജുഡീഷ്യൽ ഉത്തരവിലൂടെ പരിഹരിക്കുന്നതിനപ്പുറം അതല്ലാതെ പരിഹരിക്കുന്നതല്ലേ നല്ലത് എന്നൊരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട്. Sir, the parliament, we are discussing this glorious journey. Sir, I would expect the Prime Minister to come and listen to it, sir. Yes. Sir, if he had given half the time he gave to Kapoor family, Raj Kapoor family, to this parliament, we would have been elated, sir. And the Prime Minister, of course, asked for, where is Taimur? If Taimur had come, there would have been a hate campaign against that family. ജിജി ജോസഫ് ഈ കഴിഞ്ഞ ദിവസം വയനാടിൻ്റെ കാര്യത്തിലടക്കം ജോൺ ബ്രിട്ടാസ് സഭയിൽ നടത്തിയ പ്രസംഗമാണ്. അതിൽ പറയുന്നത്, ഈ പറയുന്ന കപൂർ ഫാമിലി ഒരു ക്യാൻഡ് ഇന്റർവ്യൂ നടന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി. ദീർഘനേരം കപൂർ ഫാമിലിയുമായി സംസാരിക്കുന്നു. ഏറ്റവും ഒടുവിൽ അവസാനിക്കാറാകുമ്പോഴേക്കും പ്രധാനമന്ത്രി കരീന കപൂറിനോട് ചോദിക്കുന്നു, എവിടെ തൈമൂറിനെ കൊണ്ടുവന്നില്ല എന്ന് ചോദിക്കുന്നു. അപ്പോൾ ജോൺ ബ്രിട്ടാസ് സഭയിൽ പറയുന്നത്, തൈമൂറിനെ കൊണ്ടുവരാൻ നന്നായി. കാരണം എന്താ, അന്ന് ആ കുഞ്ഞിന് തൈമൂറിന് പേരിട്ടപ്പോഴേക്കും ഈ പറഞ്ഞ സംഘ് ഹാൻഡുകൾ ആ കുഞ്ഞിനെതിരെ പറഞ്ഞ വിദ്വേഷവാക്കുകൾ കയ്യും കണക്കുമില്ല. പോട്ടെ, അത് വേറൊരു വിഷയം. കരീന കപൂറിനോട് അല്ലെങ്കിൽ കപൂർ ഫാമിലിയോട് കാണിക്കുന്ന ആ പറയുന്ന പാഷന്റെ ഒരു 100-ലൊന്നും നമ്മുടെ വയനാട്ടിലെ പാവങ്ങൾ അർഹിക്കുന്നില്ലേ അഡ്വക്കേറ്റ് ജിജി? ജോൺ ബ്രിട്ടാസിന്റെ പ്രസംഗം അവിടെ നിൽക്കട്ടെ. അതിന് മുമ്പ് മേരി ടീച്ചർ പറഞ്ഞ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ, ഈ 638 കോടി രൂപ മാറ്റിവെച്ചതിൽ 2022 പേജ് മുതൽ 112 പേജ് വരെ മഴക്കാല 2022-23 മഴക്കാലത്തെ റോഡ് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് എന്നാണ് ഇന്ന് അഫിഡവിറ്റ് കൊടുത്തേക്കുന്ന കാര്യമായിട്ട് പറഞ്ഞത്. ഇന്ന് ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പേജിൽ തന്നെ സെക്കൻഡ് പേജിൽ പറയുന്നുണ്ട്, ഒരു 5 ജിയോ പ്രകാരം ഒരു 21 കോടി രൂപ ചെലവാക്കിയെന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്ന ഒരു കണക്ക് പറഞ്ഞ രസമാണ്. അതായത് 3 പശുക്കൾ വീതം, ഒരു വീട്ടിൽ 3 പശുക്കൾ വീതം, ഒരു 37,500 രൂപ വീതം
1,12,000 വീടിന് 12,000 രൂപ വെച്ച് 500 കുടുംബങ്ങൾക്ക് തുക വകയിരുത്തിയിട്ടുണ്ട്. തുക വകയിരുത്തിയേക്കുന്ന കണക്കായി പറയുന്നത് ഇതൊക്കെയാണ്. ഇത് ഞാൻ പറയുന്നത് ഇത് ഹൈക്കോടതി പരിശോധിക്കില്ല എന്നല്ല, ഹൈക്കോടതി പരിശോധിക്കും. അത് പരിശോധിക്കുകയും ചെയ്യും, ചോദ്യം ചെയ്യുകയും ചെയ്യും. ഇങ്ങനത്തെ കണക്കുകൾ ഇവരുടെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഈ 630 അല്ല കണക്കിന് കുഴപ്പമൊന്നുമില്ല. ഇതൊന്നും ആർക്കും കൊടുത്തിട്ടില്ല, ഇതൊന്നും മാറ്റി വെച്ചിട്ടില്ല. ഇതൊന്നും അങ്ങനെയല്ല ഇത് എടുത്ത് വെച്ചേക്കുന്നത്. ഇതൊന്നും ആദ്യം എടുത്ത് ചെലവാക്കുന്നതിന് വേണ്ടി ഈ ഉള്ള പൈസ എവിടെയൊക്കെ മാറ്റി വെച്ചേക്കുന്നു എന്ന് പറഞ്ഞേക്കുന്ന സാധനം ഈ പറയുന്നത് റോഡ് നിർമ്മിക്കാൻ 2023-22 മഴക്കാലത്ത് റോഡ് നിർമ്മിക്കാൻ വേണ്ടി മാറ്റി വെച്ചാൽ കുഴപ്പമില്ല. ആഷ്മിക്ക് കുഴപ്പമില്ല, എനിക്കും കുഴപ്പമില്ല എന്ന് ഞാൻ പറയണോ? എങ്ങനെ മനസ്സിലായില്ല? താങ്കൾ പറഞ്ഞ കണക്കിന് മനസ്സിലായില്ല. അതായത് SDRF മാനദണ്ഡ പ്രകാരം ഒരു പശു ചത്തുപോയാൽ, ഒരു പശു മരിച്ചു പോയാൽ കൊടുക്കാവുന്ന തുകയ്ക്ക് പരിധിയുണ്ട്. ആ പരിധി വെച്ചാണ് താങ്കൾ പറഞ്ഞ ഈ പറയുന്ന 3 പശു ചത്തെങ്കിൽ 37,000 രൂപ. അതവിടെ നീക്കി വെച്ചു എന്നാ ഈ പറയുന്നേ. ആ പ്രാഥമികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്നില്ല. പിന്നെ 2022-23 കാലഘട്ടത്തിൽ മഴക്കാലത്ത് റോഡ് നശിച്ചപ്പോൾ ഉണ്ടായ പ്രശ്നത്തിന് വേണ്ടി, അത് പരിഹരിക്കുന്നതിന് വേണ്ടി തുക മാറ്റി വെച്ചിട്ടുണ്ട്. ഈ 638 കോടി രൂപയില് അതൊക്കെ ഏതായാലും ഹൈക്കോടതി തന്നെയാണല്ലോ ഇതെല്ലാം പരിശോധിക്കുന്നത്. ഹൈക്കോടതി തന്നെ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പരിശോധിക്കും. അതിന് കേന്ദ്രത്തിന്റെ വക്കീല് അത് ഒന്ന് മെൻഷൻ ചെയ്യണമെങ്കിൽ മെൻഷൻ ചെയ്യും. ഇതെല്ലാം ഹൈക്കോടതി പരിശോധിക്കും. ഹൈക്കോടതി അങ്ങനെ പറ്റി ഇന്ന് കൊടുത്ത അഫിഡവിറ്റാ. മറ്റൊരു അഡ്വക്കേറ്റ് അരുൺകുമാർ ഈ കാര്യം ഇത് ശരിയാണ് എന്ന് സമ്മതിച്ചും കഴിഞ്ഞു ഞങ്ങൾ വേറൊരു ചാനൽ ചർച്ചയിൽ. ഇല്ലെന്നേ, കോടതി നമ്മൾ ഈ കഴിഞ്ഞ കുറെ ദിവസമായി കോടതി കാണുന്ന വ്യവഹാരം എന്താണ്? ഈ പറയുന്ന കണക്കുകളുടെ കളിയാണ്. ഒന്നാമത്തെ കാര്യം, അത് അസംബന്ധ നാടകമാണ്. ഇപ്പം നേരത്തെ മേരി ടീച്ചർ പറഞ്ഞ മട്ടിൽ അങ്ങേയറ്റം നിസ്സഹായരായി നിസ്വരായി നിൽക്കുന്ന മനുഷ്യർക്ക് മുന്നിൽ പോയി ഈ പറയുന്ന കണക്ക് പറയുന്നത് വൃത്തികേടാണ്. പോട്ടെ, നമ്മുടെ ഗതികേട്. ആ കണക്ക് പറച്ചിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ കണക്ക് പറച്ചിലുകൾ ഒടുവിൽ കോടതി ഇന്ന് ചോദിക്കുന്നതാണ് കേന്ദ്രത്തില്ല. അവസാന ചോദ്യം ചോദിക്കുന്നത്, ഈ അടിയന്തര സമയത്ത് നിങ്ങൾക്ക് പണം നൽകാൻ കഴിയുമോ? അതൊരു ജുഡീഷ്യൽ ഉത്തരവിലൂടെ വേണോ, അതല്ലാതെ പരിഹരിക്കുന്നോ? നിലപാട് പറ എന്നാ പറയുന്നത്. അതല്ലാതെ നിങ്ങൾക്ക് പൈസ കൊടുക്കാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ എന്ന് ചോദിക്കുകയല്ല. ഇന്ന് കോടതി കേന്ദ്രത്തോട് പറയുന്നത്, ജുഡീഷ്യൽ ഉത്തരവിലൂടെ പോകുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് പരിഹരിക്കലല്ലേ. നിങ്ങൾ നിലപാട് പറ, കൊടുക്കാൻ പറ്റുമെങ്കിൽ പറ്റുമെന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ, അതിനുശേഷം ഞങ്ങൾ ജുഡീഷ്യൽ ആലോചന നടത്തിക്കോളാം എന്ന് പറഞ്ഞ അർത്ഥം എന്താ ജിജി? കൊടുക്കേണ്ടി വരും കേട്ടോ കേന്ദ്രത്തിന്, എത്ര മുട്ടാപ്പോക്ക് പറഞ്ഞാലും. ഇവര് ആ കൊടുക്കേണ്ടി വരികയാണെങ്കിൽ മേടിക്കട്ടെ, അല്ല ഞങ്ങളായാലും കൊടുക്കണ്ടെന്ന് പറയുന്നതാണ്. പക്ഷെ ഇതിനൊരു ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പദ്ധതി ഉണ്ടാവണം. ഈ പദ്ധതി ഒന്നും ഈ സർക്കാരിന്റെ കയ്യിൽ ഇല്ലെന്നേ. ഇപ്പൊ വ്യക്തിഗതമായിട്ടുള്ള ഇതിനു വേണ്ടി വ്യക്തിപരമായിട്ടുള്ള അപേക്ഷ സ്വീകരിക്കുന്നത് ജനുവരി 15 അവസാന ദിവസം. ഓരോരുത്തരും നഷ്ടം പരിഹരിക്കാനുള്ള ഈ അപേക്ഷ സ്വീകരിക്കുന്നത് ജനുവരി 15 സർക്കാർ വെച്ചേക്കുന്നത്. അത് ഒരു മാസം കൂടെ കഴിഞ്ഞ് മാർച്ചിലേക്കാണ് അത് വരത്തുള്ളൂ. സർക്കാർ ഭയങ്കര ലാഗാന്ന് അത് സമ്മതിക്കുന്ന. ആദ്യം ഇത്തരം കാര്യങ്ങൾക്കൊക്കെ സർക്കാർ ഭയങ്കര ലാഗാ. ഒരു കാര്യത്തിനും കോൺഗ്രസ് ഭരിക്കുന്ന അവിടുത്തെ മുഖ്യമന്ത്രിമാർ ഇതാ വീട് ഇപ്പൊ വെച്ച് തരാന്ന് പറഞ്ഞാൽ അവർക്ക് അതിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലെന്ന് അവർ പറഞ്ഞല്ലോ. അവർ എത്ര പ്രാവശ്യം വിളിച്ചു. ഇതൊന്നും സർക്കാർ ലാഗാണ്, അത് ആദ്യം സമ്മതിക്കും. സർക്കാർ എല്ലാ മേഖലയിലും എല്ലാ ഇത്തരം സർക്കാർ ലാഗാണെന്ന് സംബന്ധിച്ച 5 നയാ പൈസ ദുരന്തമുണ്ടായി 5 മാസങ്ങൾക്ക് ഇപ്പോൾ തരാത്ത കേന്ദ്ര നിലപാട് മര്യാദകളാണ് സമ്മതിക്കോടുക ജിജി. ആ ലാഗിനൻസ് അതല്ലെന്നില്ല കേന്ദ്ര സർക്കാരൊക്കെ പൈസ തന്നിട്ടുണ്ട്. എല്ലായിടത്തും കൊടുക്കുന്ന പോലെയൊക്കെ തന്നെ പൈസ കൊടുക്കുന്നത്. അത് കേരളത്തിന് നേരിട്ടും കൊടുക്കുകയല്ല, NDRF വഴിയാണ് കൊടുക്കാറ്. NDRF വഴി SDRFിലാണ് ഫണ്ട് പോകുന്നത്. ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ബാക്കി ഞാൻ പറയുന്നത്, ഇതൊരു യുദ്ധമുഖമായി തുറന്നു, ഇതൊരു രാഷ്ട്രീയ മുഖമായി എല്ലാത്തിലും കേരളം കാണിക്കുന്ന പോലെ രാഷ്ട്രീയ മുഖമായി തുറന്നെടുക്കലല്ല. പകരം കേന്ദ്ര സർക്കാരുമായി സംസാരിച്ച് അവരുടെ മേഖലയുമായി സംസാരിച്ച്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കേന്ദ്രവുമായി ബന്ധപ്പെട്ട ഇവിടുന്ന് ന്യൂനപക്ഷകാര്യ മന്ത്രി ഉണ്ടല്ലോ, ഇത് നമുക്ക് ഒരാൾക്ക് ബോധ്യപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞാൽ ബോധ്യപ്പെടും എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് പറഞ്ഞു ബോധ്യപ്പെടുത്താൻ കഴിയുക. ഇതെന്ത് പറഞ്ഞാലും ബോധ്യപ്പെടില്ല, തരില്ല എന്ന നിലപാടാണെങ്കിൽ പിന്നെ എങ്ങനെയാണെന്ന് ബോധ്യപ്പെടുത്താൻ കഴിയുക? അത് തരും, അല്ലെങ്കിൽ കോടതി വ്യവഹാരത്തിലൂടെ തരിക്കും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ഇന്ന് കണ്ടെന്ന കോടതിയിൽ നമുക്ക് കാണാൻ കഴിയും. തിരികെ എത്താൻ പറ്റും. ശ്രീപ്രകാശൻ, നമ്മളിന്ന് മാനദണ്ഡത്തിൽ ഇളവ് കൂടി കോടതിയിൽ ചോദിക്കുന്നുണ്ട്. ഇളവ് കിട്ടിയാൽ അത്രയും നല്ല കാര്യം. ഈ പറഞ്ഞ SDRFിന്റെ കാര്യത്തിലെ ഈ സ്ട്രിഞ്ചൻ മാനദണ്ഡം ഏതോ കാലത്ത് അഴിഞ്ഞു പോകേണ്ടതാണ്. ശ്രീപ്രകാശൻ, ഇവിടെ നേരത്തെ അഡ്വക്കേറ്റ് ജിജി പറയുന്നുണ്ടായിരുന്നു, ജിജി ജോസഫ് പറയുന്നുണ്ടായിരുന്നു, ഇത് പേപ്പർ അഡ്ജസ്റ്റ്മെന്റ് ആണ്.
കഴിഞ്ഞ പ്രളയകാലത്ത് അരിയുടെ 202 കോടി ഒരു പേപ്പർ അഡ്ജസ്റ്റ്മെൻ്റ് അല്ലായിരുന്നു. നമ്മൾ കൊടുക്കാൻ പൈസയില്ലെന്ന് നമ്മൾ പറഞ്ഞു. പീയൂഷ് ഗോയൽ കത്തെഴുതി പണമടച്ചില്ലെന്നുണ്ടെങ്കിൽ അടുത്ത വിധത്തിൽ പിടിക്കും എന്ന് വിരട്ടി നമുക്ക് അടക്കേണ്ടി വന്നു. അതുകൊണ്ട് പേപ്പർ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും അല്ല പ്രകാശ മാഷെ, നമ്മൾ തിരിച്ചടക്കേണ്ടി വരും ഈ പറഞ്ഞ എയർ ബില്ല്. ഒരു തർക്കമാക്കാൻ. പിന്നെ റീഇംബേഴ്സ്മെന്റ് എപ്പോഴാ? അല്ല, ഇത് ഞാൻ ആദ്യം ഒരു കാര്യം പറയുന്നത്, 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ചർച്ചയിൽ ഗവൺമെൻറ്റിനെ പ്രതിനിധീകരിച്ച് സംസാരിക്കുന്ന എനിക്ക് 6 മിനിറ്റാണ് നൽകിയത് എന്ന കാര്യം ഞാൻ ഹാഷ്മി ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ ഈ PDNA സംബന്ധിച്ചും അതുപോലെ കണക്കിനെ സംബന്ധിച്ചും ഒക്കെ പറയുന്ന കാര്യം, PDNA എന്ന് പറയുന്നത് പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻ്റ് ആണ്. എന്ന് പറഞ്ഞ് ഡിസാസ്റ്റർ ഉണ്ടായതിന് ശേഷമുള്ള ആവശ്യകതയെ സംബന്ധിക്കുന്ന അസസ്മെൻ്റ് ആണ്. ഇവിടെ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും പല സ്ഥാപനങ്ങളും. ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ ദുരന്തം ഉണ്ടായത് 2021 ജനുവരിയിലാണ്. അവർ PDNA കൊടുത്തത് 2021 സെപ്റ്റംബറിലാണ്. സിക്കിമിൽ 21 ഒക്ടോബർ ദുരന്തമുണ്ടായിട്ട് 24 ജൂണിലാണ് അവർ PDNA കൊടുക്കുന്നത്. ഹിമാചൽ പ്രദേശിൽ 21 ജൂലൈയിൽ ഉണ്ടായിട്ട് 21 ഡിസംബറിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ. കേരളത്തിൽ ഈ പറയുന്ന നവംബർ മാസം 13 കൊടുത്തിരിക്കുന്നു. പിന്നെ ഇപ്പോൾ കോടതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ 4 തവണ ഈ കേസ് കേരള ഹൈക്കോടതി ഡീൽ ചെയ്തു. ഒരു തവണ പോലും ഒരൊറ്റ വാക്ക് കേരളത്തിലെ ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തിയിട്ട് കോടതി പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ പറയുന്ന മേരി ടീച്ചറോ അല്ലെങ്കിൽ പിന്നെ ചാമക്കാലോ പറയട്ടെ. കുറ്റപ്പെടുത്തി പറഞ്ഞ് ഇന്നാണ് കേന്ദ്ര ഗവൺമെൻറ് നിലപാട് അത്ഭുതപ്പെടുത്തുന്നുവെന്നും ഇത് കേന്ദ്രത്തിൻ്റെ പ്രത്യേക മനോനിലയാണ് എന്ന് കുറ്റപ്പെടുത്തി ഇന്നാണ്. ഒരു സന്ദർഭത്തിൽ കുറ്റപ്പെടുത്തിയിട്ടില്ല. പിന്നെ കേരളത്തിൽ എന്തോ വലിയ സാമ്പത്തിക അരാജകത്വം എന്നെല്ലാം മേരി ടീച്ചർ ഉൾപ്പെടെ പറയുന്നത് അന്യായമാണ്. ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള പിന്നോക്കാവസ്ഥയെ പരിഗണിക്കുന്നത് 4 കാര്യം വെച്ചുകൊണ്ടാണ്. റവന്യൂ കമ്മി, അതുപോലെ ധനക്കമ്മി, റവന്യൂ വരുമാനം, കടം. ഈ 4 കാര്യം പരിശോധിച്ചാലും കേരളം മെച്ചപ്പെട്ടതാണ്. റവന്യൂ കമ്മിയിൽ കേന്ദ്രത്തെക്കാൾ കുറവാണ് കേരളം. ധനക്കമ്മിയിൽ കേന്ദ്രത്തെക്കാൾ കുറവാണ് കേരളം. ഈ കഴിഞ്ഞ കൊല്ലം ഇന്ത്യ രാജ്യത്ത് ഏറ്റവുമേറെ റവന്യൂ വരുമാന വളർച്ചയുണ്ടാക്കിയത് കേരളമാണ് എന്ന് RBI റിപ്പോർട്ടാണ്. അതുപോലെ തന്നെ കടമെടുത്ത് പരിശോധിക്കുമ്പോൾ കേന്ദ്രത്തിൽ GDP-യുടെ 67% കടം, ഇന്ത്യയിലാകെ പരിശോധിക്കുമ്പോൾ GSDP-യുടെ 57% കടം, കേരളത്തിൽ 37% ഉള്ളൂ. അതുകൊണ്ട് ധനകാര്യ മാനേജ്മെന്റിന്റെ കാര്യത്തിൽ പിണറായി വിജയൻ ഗവൺമെന്റ് ഈ കേരളത്തിൽ കഴിഞ്ഞൊരു 10-20 കൊല്ലക്കാലം വന്ന ഗവൺമെന്റുകളിൽ ഏറ്റവും മികച്ച വരാൻ സമയമില്ല. ഇതിനിപ്പം ചാമക്കാലയ്ക്ക് മേരി ടീച്ചർക്കും ഒക്കെ മറുപടി ഉണ്ട്. എനിക്ക് മറുചോദ്യങ്ങളുണ്ടായിരുന്നു, സമയമില്ലാത്തതുകൊണ്ടാണ് ഇടപെടുന്നു. സമയം കിട്ടാത്തവർക്ക് ഉറപ്പായും അടുത്ത ചർച്ചയിൽ നിന്ന് പരിഹാരം ഉണ്ടാകും. ക്ഷമിക്കണം. എൻകൗണ്ടർ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഒരിക്കൽ കൂടി നമ്മൾ പറയുന്നത്, വയനാട് ഈ രാജ്യത്തെ ഒരു സംസ്ഥാനത്തെ ഒരു ജില്ലയാണ്. അങ്ങേയറ്റം ദുരന്തം അനുഭവിക്കുന്ന മനുഷ്യരാണ്. അവർക്ക് സഹായം ചെയ്യണം. ഏതെങ്കിലും കണക്കോ മാനദണ്ഡമോ പറഞ്ഞ് അതിന് മുടക്കിടരുത് ദയവ് ചെയ്ത്. എൻകൗണ്ടർ പൂർണ്ണമാകുന്നു.